അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളുടെ ഇടയിൽ തന്നെ ഞാനിപ്പോൾ ഒരു കഥ പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ ഒരു ഭൂതത്തിനെ പറ്റി പറഞ്ഞാൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഭൂതം നിങ്ങളുടെ തന്നെ ഒരു ഭൂതമായിരിക്കും. അപ്പം അത് നമ്മൾ കഥ പറയുമ്പോൾ മാത്രമേ അത് ക്രിയേറ്റ് ചെയ്യപ്പെടത്തുള്ളൂ. കുട്ടികളിൽ ആ യങ്ങർ ഏജിൽ അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പോക്സോ കേസൊക്കെ അഗ്നിസ്റ്റ്, അതായത് ഞാനും ആ മോഡലും കൂടെ ചേർന്ന് ആ കുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന പേരൊരു കേസ് ഉണ്ടായിരുന്നു. അവസാനം വന്ന കോടതി വിധിയാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ്. എയുടെ കാര്യത്തിൽ ഞങ്ങൾ ഉപയോഗിക്കുന്നത് കോൺസെപ്റ്റ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ കൺസെപ്റ്റ് ആർട്ട്, ഇതിനൊക്കെ ഇൻസ്പിറേഷൻസ് ആയിട്ട് നമുക്ക് AI ടൂളുകൾ ഉപയോഗിക്കാറുണ്ട്. ഞാൻ ഇതിനൊക്കെ കാണുന്നത് വളരെ പോസിറ്റീവായിട്ടാണ്. അതിന് ഒരു അൺഎത്തിക്കൽ യൂസിലോട്ട് എത്താതെ ഉപയോഗിക്കാം, പക്ഷെ അതിലൊരു നമുക്ക് തന്നെ ഒരു കൺട്രോൾ വേണം. ഹായ് ഓൾ, എൻ്റെ പേര് അസീം. ഞാൻ യുനോയൻസ് എന്ന് പറഞ്ഞ ഒരു അനിമേഷൻ സ്റ്റുഡിയോയുടെ കോ-ഫൗണ്ടറാണ്. ഞങ്ങൾ 6 പേര് ഒരുമിച്ച് പഠിച്ചവരും വർക്ക് ചെയ്തവരും 2014 യുനോയൻസ് എന്ന് പറഞ്ഞൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ ഞങ്ങളുടെ സ്കിൽ സെറ്റ് എന്ന് പറഞ്ഞാൽ ഇല്ലസ്ട്രേഷൻ, ഡിസൈൻ, അനിമേഷനാണ്. അതിലും 2D ക്യാരക്ടർ ബേസ്ഡ് സ്റ്റോറി ടെല്ലിംഗ്, അതിനാണ് ഞങ്ങൾ ഫ്രം ദി ബിഗിനിങ് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓവർ ദി ഇയേഴ്സ് ഞങ്ങൾ എക്സ്പ്ലെയിനർ വീഡിയോ പോലെയുള്ള സ്റ്റാർട്ടപ്പുകൾക്കും ഫിൻടെക്കിനൊക്കെ ചെയ്യുന്ന കണ്ടൻറ്റ് മുതൽ, പിന്നെ അനിമേറ്റഡ് ആഡ്, അനിമേറ്റഡ് സ്റ്റിക്കേഴ്സ്, പിന്നെ അവയർനെസ് വീഡിയോ NGOസിനൊക്കെ വേണ്ടി, ഗവൺമെൻറ്റിനൊക്കെ വേണ്ടിയിട്ടുള്ള, പിന്നെ ഇപ്പോൾ റീസെൻ്റ്ലി പോപ്പ് കൾച്ചറിൻ്റെ ഭാഗമായിട്ടുള്ള മ്യൂസിക് വീഡിയോസ്, സിനിമകൾക്ക് വേണ്ടിയിട്ടുള്ള അനിമേഷൻ സീക്വൻസുകൾ, അങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ കുറച്ചും കൂടി ആളുകൾ ഞങ്ങളുടെ ബ്രാൻഡിനെ കുറിച്ച് അറിയുകയും കൂടുതൽ അങ്ങനെയുള്ള പ്രൊജക്റ്റുകൾ ഞങ്ങളിലേക്ക് എത്തുകയൊക്കെ ചെയ്യുന്നൊരു സമയമാണ്. അപ്പോൾ കൂടുതൽ ആളുകളായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള വേദി ഇപ്പോൾ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അതിലൊരു സന്തോഷമുണ്ട്. അത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക് സംസാരിക്കാം. കല്യാണി ഒരു എഞ്ചിനീയറാണ്. പക്ഷേ കഴിഞ്ഞ 5 വർഷമായിട്ട് നമ്മൾ ഒരിടത്തൊരിടത്ത് ബൈ കല്യാണി എന്നുള്ള പേരിൽ സ്റ്റോറീസും സെഷൻസും ക്യൂറേറ്റ് ചെയ്യുന്നു. നമ്മൾ പണ്ട് കേട്ട് മറന്ന കഥകൾ, നമ്മുടെ കുട്ടിക്കാലം വളരെ ഭംഗിയാക്കിയ നമ്മുടെ ഓർമ്മകൾ, ആ കാര്യങ്ങൾ, സന്ദർഭങ്ങൾ, അതൊക്കെ ഒന്നുകൂടെ ഇപ്പം ഞാൻ വരെ അതെത്തി, ആ ഒരു ഫ്ലോ ഞാൻ വരെ എത്തി, അടുത്ത ജനറേഷൻസിലോട്ട് അതെത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഒരിടത്തൊരിടത്ത് തുടങ്ങിയത്. ഇപ്പം പറഞ്ഞ പോലെ പോഡ്കാസ്റ്റിലും ഇൻസ്റ്റഗ്രാമിലുമാണ് ആ സ്റ്റോറീസ് ഷെയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ കുട്ടികൾക്കായിട്ടും പേരൻസിനായിട്ടും ഒക്കെ ഉള്ള സെഷൻസും ഒരു നേച്ചറുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്ത് ആ കഥകളെ കണക്ട് ചെയ്തിട്ടുള്ള സെഷൻസും ക്യൂറേറ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ പേര് ജിൻസൺ അബ്രഹാം. ഞാൻ അറിയപ്പെടുന്നത് ഒരു ഫോട്ടോഗ്രാഫറായിട്ടാണ്. ഞാനൊരു എഞ്ചിനീയർ ടേൺ ഫോട്ടോഗ്രാഫറാണ്. 12 വർഷമായി ഫോട്ടോഗ്രാഫി, അല്ല 12 കൂടുതൽ വർഷങ്ങളായി ഫോട്ടോഗ്രാഫി ഒരു ഫുൾ ടൈം കരിയറായിട്ട് എടുത്തിട്ട് പോർട്രേറ്റ്സിൽ തുടങ്ങി. ഫാഷൻ എഡിറ്റോറിയൽസിൽ ഒരു മാഗസിൻ്റെ ഭാഗമായിരുന്നു. ഫോർവേഡ് ലൈഫ് എന്നൊരു മാഗസിൻ ഉണ്ടായിരുന്നു നമുക്ക്. അത് കഴിഞ്ഞ് കേരള ടൂറിസത്തിലോട്ട് ബന്ധപ്പെട്ട് തുടങ്ങിയപ്പോഴാണ് കേരളത്തെപ്പറ്റി കൂടുതൽ അറിയാനുള്ളൊരു അവസരം കിട്ടിയത്. അങ്ങനെ ആ ജേർണിയുടെ ഭാഗമായിട്ട് ഒരുപാട് കേരളത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഇമേജസ് മാത്രമല്ല, ഒരുപാട് വീഡിയോസും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഡയറക്റ്റ് ചെയ്യാനും പ്രൊഡ്യൂസ് ചെയ്യാനും കഥകൾ എഴുതാനും. അങ്ങനെ ആ യാത്രയിൽ കണക്ട് ചെയ്തതാണ്. ആർപ്പോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഞാൻ ചെയ്യുന്നത് കേരള ടൂറിസം ആണെങ്കിലും നമ്മൾ ഒരേ പാതയിൽ സഞ്ചരിക്കുന്ന ആൾക്കാരാണെന്ന് മനസ്സിലായി ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനും ഒക്കെ ആർപ്പോയുടെ തുടക്കത്തിൽ തന്നെ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ കേരള ടൂറിസം പോലത്തെ ബ്രാൻഡ്സിന് വേണ്ടി കേരളത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരുപാട് വിഷ്വൽ കോണ്ടന്റ് ചെയ്യുന്നുണ്ട്. പിന്നെ സ്വന്തമായിട്ട് ആ കേരളത്തോടുള്ള താല്പര്യവും മലയാളത്തോടുള്ള താല്പര്യവും മുന്നോട്ട് വന്നപ്പോൾ കൊല്ലവർഷം എന്നൊരു പ്രോജക്റ്റ് ഞാൻ ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ മലയാള അക്കങ്ങളെ തിരിച്ചു കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടു കൂടി. എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയാം മലയാള അക്കങ്ങളുണ്ടെന്നുള്ളത്. മലയാള അക്കങ്ങളെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തോടെ അത് കലണ്ടർ വഴി കൊല്ലവർഷം, പഴയ ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള കൊല്ലവർഷം കലണ്ടർ വഴി തുടങ്ങുന്ന ഒരു പ്രോജക്റ്റ് കഴിഞ്ഞ 2 വർഷമായിട്ട് ചെയ്യുന്നുണ്ട്. അവിടെ വരെ എത്തി നിൽക്കുന്നു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആയിരുന്നു ആക്ച്വലി. എനിക്കും ഇനീഷ്യലി ആർപ്പോ തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ആക്ച്വലി മലയാളം അക്കങ്ങളുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഇതൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. ഞാൻ ജിൻസണിൽ തന്നെ തുടങ്ങാം. എങ്ങനെയാണ് ഒരു ഫോട്ടോഗ്രാഫി എന്നുള്ളൊരു മീഡിയത്തിൽ കൂടെ അല്ല ഒരു കൾച്ചറൽ സ്റ്റോറി ടെല്ലിംഗ് എന്നുള്ളൊരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാം? എങ്ങനെയാണ് ആ ഒരു കൾച്ചറിൻ്റെ കഥകൾ അല്ലെങ്കിൽ ആ ഒരു മീഡിയത്തിൻ്റെ സാധ്യതകൾ, കൾച്ചറിൻ്റെ കഥകൾ പറയാൻ വേണ്ടിയിട്ട് ഒരു ജിൻസൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന്? ഈ മീഡിയം എന്ന് പറയുമ്പോൾ മീഡിയം ഒരുപാടുണ്ടല്ലോ ഇപ്പം.
എല്ലാവരും സ്റ്റോറി ടെല്ലേഴ്സ് ആണ് ഇപ്പോഴത്തെ കാലത്ത്. എവരിബഡി ഹാസ് ടു ബി എ സ്റ്റോറി ടെല്ലർ. കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള മീഡിയംസ് ഉണ്ട്. അപ്പം എൻ്റെ ഒരു ജേണിയെ പറ്റി പറയുകയാണെങ്കിൽ, ഫോട്ടോ എടുക്കണമെന്ന താല്പര്യം കൊണ്ട് മാത്രം ഫോട്ടോഗ്രാഫ് അല്ല, എന്ത് ഫോട്ടോ എടുക്കണമെന്ന് പോലും നമുക്ക് ധാരണ ഉണ്ടായിരുന്നില്ല. ഫോട്ടോ എടുക്കണമെന്ന് മാത്രം അറിയാം. അങ്ങനെ നമ്മുടെ ചുറ്റുമുള്ള സബ്ജക്ട്സ്, പീപ്പിളൊക്കെ മാത്രം എടുത്തു. പിന്നീട് അത് ഫാഷനിലേക്ക് കടന്നു. പിന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് ഇൻവോൾവ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയത് കേരളം എന്ന സബ്ജക്റ്റ് തന്നെയായിരുന്നു. കേരളത്തിലിറങ്ങിയപ്പോൾ ഒരുപാട്, ഞാൻ നിങ്ങളുടെ വീഡിയോ കണ്ടപ്പോൾ കേരളത്തിൽ ഒരുപാട് കഥകൾ പറയാനുണ്ട്. അവസരങ്ങൾ മുന്നോട്ട് വന്നു തന്നെയാണ്. അല്ലാതെ നമ്മൾ തേടിപ്പിടിച്ച അവസരങ്ങളൊക്കെ ഉള്ളു. ഇന്നടത്തൊരു അവസരം ഉണ്ട് എന്ന് മനസ്സിലാക്കി അവിടെ അത് എത്ര ഡെപ്തിൽ ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ആ മീഡിയം എന്ന് പറഞ്ഞാൽ പല മീഡിയംസ് ഉണ്ട്. അപ്പം ഇപ്പോൾ തന്നെ ഇപ്പോൾ ഒരു വീഡിയോ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്താൽ തന്നെ വെർട്ടിക്കലും ഹൊറിസോണ്ടലും ചെയ്യണം. അപ്പോൾ തന്നെ അതിൻ്റെ അപ്രോച്ചും കാര്യങ്ങളൊക്കെ മാറി. പണ്ട് നമ്മളത് വെറുതെ ആസ്പെക്ട് റേഷ്യോയിൽ ക്രോപ്പ് ചെയ്ത് മാത്രം മാറ്റുന്ന സാധനം ഇപ്പോൾ നമ്മൾ രണ്ടായിട്ട് തന്നെ അത് രണ്ട് രീതിയിൽ പറയാൻ പറ്റും. അതായത് വെർട്ടിക്കലി പറയുന്ന കഥയും ഹൊറിസോണ്ടലി പറയുന്ന കഥയും രണ്ട് വ്യത്യാസ രീതിയിൽ ആൾക്കാർക്ക് മനസ്സിലാവും. പക്ഷേ അതിൻ്റെ എസൻസും മിസ്സാവാനും പാടില്ല. അപ്പം ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. ഒരുപാട് എലമെൻസും ഒരുപാട് സാധ്യതകളും ഒക്കെ കൺസിഡർ ചെയ്തിട്ട് നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു മീഡിയത്തിലേക്ക് പബ്ലിഷ് ചെയ്യുമ്പോൾ ഡിജിറ്റൽ മീഡിയത്തിലേക്ക് മാത്രം പബ്ലിഷ് ചെയ്യുന്നതാണെങ്കിലും അതിന് തന്നെ മൾട്ടിപ്പിൾ ഫോർമാറ്റ്സ് ഉണ്ട്, ഡ്യൂറേഷൻസ് ഉണ്ട്. അപ്പം ഇതിനകത്തെല്ലാം നമ്മൾ ഐഡിയ കൃത്യമായിട്ട് അത് കൺവേ ചെയ്യുകയും വേണം. അപ്പം ഇതൊരു കളക്റ്റീവായിട്ടിരുന്ന് ഈ അൽഗോരിതം ബേസ്ഡ് ചെയ്യേണ്ടി വരും, അതല്ലാതെ ചെയ്യേണ്ടി വരും. ഇപ്പം നമ്മളിവിടെ ഒരു ഓഡിയൻസിനെ ഇവരുടെ മുന്നിലൊരു വീഡിയോ കാണിക്കുന്നതും നമ്മുടെ ഫോണിൽ വരുന്നതും ഒക്കെ ആയിട്ട് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അറ്റൻഷൻ സ്പാനും ഒക്കെ വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. അപ്പം നമ്മളെല്ലാവരും ഒരു ചലഞ്ചിങ്, അല്ലെങ്കിൽ പണ്ടൊക്കെ നമ്മൾ അല്ലെങ്കിൽ ഒരു അറിയപ്പെടുന്ന ഒരു ഫോട്ടോഗ്രാഫർ അല്ലെങ്കിൽ ഒരു സ്റ്റോറിട്ടുള്ള ഒരു സാധനം എടുത്താൽ അതിരുന്ന് കാണുക അത് കണ്ടാലേ നമുക്ക് കാണണം എന്നുള്ളത് നമ്മുടെ ജോലിയുടെ ഭാഗമാണ്, അല്ലെങ്കിൽ കാണണം. ഇപ്പം അങ്ങനെയല്ല, അത് ഭയങ്കര പറയാൻ പറ്റില്ല അത് ആരെങ്ങനെ കാണും എന്നുള്ളത്. അപ്പം അത് ചലഞ്ചിങ് ഒരു സമയത്തൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരുപാട് റീച്ചും ഓഡിയൻസിൻ്റെ സ്വഭാവവും ഓഡിയൻസിൻ്റെ എണ്ണവും കൂടിയിട്ടുണ്ട്. അപ്പം ഫോട്ടോഗ്രാഫി എന്നൊരു മീഡിയത്തിൽ ഒന്നും ഒതുക്കാൻ പറ്റില്ല. ഫോട്ടോഗ്രാഫി എന്നൊരു മീഡിയം ഒരിക്കലും ഞാനത് എല്ലാവരും പറയുന്ന പോലെ അത് കുറഞ്ഞു പോകുന്നു അല്ലെങ്കിൽ ഇല്ലാതാവുന്നൊന്നും ഒരിക്കലും ഞാൻ അംഗീകരിക്കില്ല. പക്ഷേ അതിൻ്റെ ഒരു ഡയമെൻഷൻ മാറിയിട്ടുണ്ട്. ഫോട്ടോഗ്രാഫി എന്നൊരു മീഡിയത്തിൽ മാത്രം സ്റ്റോറി ടെല്ലിങ് ഒതുക്കി നിർത്താൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോയും സ്റ്റോപ്പ് മോഷനും ആനിമേഷനും എല്ലാം, പറയുന്ന കഥകളും എല്ലാം അതിൻ്റെ ഭാഗം തന്നെയാണ്. ഇതെല്ലാം കളക്റ്റീവായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്യാൻ വേണ്ട ഒരു മേജർ എലമെൻ്റാണ് ഫോട്ടോഗ്രാഫി. ഫോട്ടോഗ്രാഫിയുടെ പുറത്ത് ഇപ്പോൾ ഒരു ഓഡിയോ വേണം, അല്ലെങ്കിൽ ഒരു സ്റ്റോപ്പ് മോഷൻ വേണം. ഇതെല്ലാം ആ ഒരു മീഡിയത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കല്യാണി, എങ്ങനെയാണ് ഈ കഥ പറയുക എന്നുള്ളൊരു സാധനം? എന്താ പറയുക, ഒറിജിനൽ കഥ പറയലായിരുന്നല്ലോ, അത് കാണിക്കുന്നതും അല്ലെ വേറെ രീതിയിലൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന. അപ്പോൾ അതിലേക്ക് തന്നെ തിരിച്ചു വരണം, അത് കൺവേ ചെയ്യണം എന്താണ് തോന്നാൻ കാരണം, അല്ലെങ്കിൽ ആ ട്രഡീഷണൽ ആയിട്ടുള്ള രീതി തന്നെ ചെയ്യണം? അത് ശരിക്കും പറഞ്ഞാൽ കഥ പറയണം, കഥ കേൾക്കണം എന്ന് തന്നെയായിരുന്നു ഒരിടത്തൊരിടത്തിൻ്റെ ഉദ്ദേശം. കാരണം കഥ പറയുമ്പോഴാണ് അതിലെ ഞാൻ പറയുന്ന ഓരോ സന്ദർഭങ്ങളും അല്ലെങ്കിൽ ഓരോ ക്യാരക്ടറും എല്ലാം നമ്മുടെ മനസ്സിൽ നമ്മുടേതായ രീതിയിൽ ക്രിയേറ്റ് ചെയ്യുള്ളൂ. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ നിങ്ങളുടെ ഇടയിൽ തന്നെ ഞാനിപ്പോൾ ഒരു കഥ പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ ഒരു ഭൂതത്തിനെ പറ്റി പറഞ്ഞാൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഭൂതം നിങ്ങളുടെ തന്നെ ഒരു ഭൂതമായിരിക്കും. അപ്പം അത് നമ്മൾ കഥ പറയുമ്പോൾ മാത്രമേ അത് ക്രിയേറ്റ് ചെയ്യപ്പെടത്തുള്ളൂ. അപ്പം അത് ഞാൻ വിചാരിക്കുന്നത് അത് കുട്ടികളിൽ ആ യങ്ങർ ഏജിൽ അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവരുടെ ക്രിയേറ്റിവിറ്റി, അവരുടെ ഇമാജിനേഷൻ അതൊക്കെ വളർത്തിയെടുക്കാനായിട്ട് അവർ കണ്ടു കഴിഞ്ഞാൽ അത് അവിടെ തീർന്നു, അല്ലെങ്കിൽ അവിടെ എന്താ ഒരു ഡൈമെൻഷൻ അവിടെ കുറയും. അതിന് പകരം നമ്മൾ ആർക്കാണ് കഥ പറയുമ്പോൾ അതിൻ്റെ ആ ക്രിയേറ്റിവിറ്റി, ഇമാജിനേഷൻ അത് അത്രയും വലുതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ പണ്ടത്തെ, ഞാൻ ഒത്തിരി കഥ കേട്ട് വളർന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കഥ പറയുന്നതിൻ്റെ സുഖം, ഞാൻ കഥ പറയുമ്പോൾ സെഷൻസ് ചെയ്യുമ്പോഴാണെങ്കിലും ഞാനങ്ങനെ പ്രോപ്സ് ഒന്നും യൂസ് ചെയ്യാറില്ല. അങ്ങനെ ഞാൻ വീഡിയോ ഒന്നും ഞാനങ്ങനെ കാണിക്കാറില്ല. ഞാൻ എല്ലാം പറയുകയാണ് ചെയ്യുന്നത്. പറയുന്നതിലൂടെ അവരെന്ത് മനസ്സിലാക്കുന്നു അതവർ മനസ്സിലാക്കട്ടെ എന്നുള്ളത് തന്നെയാണ് കഥ പറയുന്നതിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അസീം വേറൊരു രീതിയിലിരിക്കുന്ന ആളാണ്, കാണിക്കുകയാണ് നിങ്ങൾ കഥകൾ. എങ്ങനെയാണ് അത് കൂടുതൽ ചാലഞ്ചിങ് ആവുന്നത്? അല്ല, ചാലഞ്ചിങ് ഓഫ് കോഴ്സ് ആണ്. എങ്ങനെയാണ് അതിൻ്റെ ഒരു ആ ഒരു പാത്തിലേക്ക് എത്തിയിട്ടുള്ളത്? അല്ലെ ഈ ഒരു പെർസ്പെക്റ്റീവ് അതിനെങ്ങനെയാണ് നോക്കി കാണുന്നത്? അത് രണ്ടും രണ്ട് തരം
എക്സ്പ്ലോറേഷൻ ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഇപ്പോൾ നമ്മൾ പറയുമ്പം അവരിൽ ഓരോ കുട്ടികളിലും അല്ലെങ്കിൽ ഓരോ വ്യക്തിയിലും രൂപപ്പെടുന്ന ആ കാഴ്ച അല്ലെങ്കിൽ ആ ആ ആ ഒരു ക്യാരക്ടേഴ്സൊക്കെ ആ പെർട്ടിക്കുലർ ആൾ ഉണ്ടാക്കിയെടുക്കണം ഫ്രം സ്ക്രാച്ച്. അല്ല, നിങ്ങൾ പറയുന്നതനുസരിച്ചിട്ട് അവരുടെ ഭാവനയിൽ നിന്ന് അവരുടെ ചുറ്റുപാടിലുള്ള അല്ലെങ്കിൽ അനുഭവങ്ങളിൽ നിന്ന് അവർ കണ്ടെത്തുന്ന രൂപങ്ങളും കാര്യങ്ങളുമാണ്. അപ്പം നമ്മൾ അതിലോട്ട് കുറച്ചും കൂടി ഒരു ഒരു നെക്സ്റ്റ് ലെവൽ ഒരു പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്ത് കൊടുക്കും എന്നുള്ളത്, സ്പൂൺ ഫീഡിങ് അല്ലെങ്കിൽ ഇതാണ് ഫൈനൽ എന്നുള്ള രീതിയിലല്ലാതെ, ഇപ്പം നമ്മൾ ഭ്രമയുഗത്തിന് വേണ്ടി വർക്ക് ചെയ്യുമ്പോഴും ലോകയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുമ്പോഴൊക്കെ അതിലൊരു അബ്സ്ട്രാക്ട് ഫോം കൂടി കീപ്പ് ചെയ്യുന്നുണ്ട്. അത് എല്ലാം ഇതാണ് എന്നല്ല, ഇതിൻ്റെ അപ്പുറത്ത് ഇവർക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരുപാട് എലമെൻറ്റ്സ് ഇട്ടിട്ടാണ് കഥ പറയുന്നത്. അപ്പോൾ ഈ വിഷ്വൽ സ്റ്റോറി ടെല്ലിങ്ങിൽ എക്സാക്ട്ലി അതാണ്. ഇപ്പോൾ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാലും പിന്നെ ആളുകൾക്ക് ചിന്തിക്കാനുള്ള എലമെൻറ്റ്സ് ഇട്ട് വെക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇപ്പം കോമിക്സ് ആണെങ്കിലും അനിമേഷൻ ആണെങ്കിലും മൂവി ആണെങ്കിലും അതിൽ കഥ പറച്ചിൽ അവസാനിക്കുന്നില്ല. അവിടെ അതെല്ലാവരിലേക്കും ഓരോ എലമെൻറ്റ്സ് ഒരു ഒരു സ്പാർക്ക് ഇട്ട് കൊടുക്കുകയും അവിടെ നിന്ന് ഓരോരുത്തരുടെയും ചിന്തയും സംസ്കാരവും ഒക്കെ അനുസരിച്ചിട്ടുള്ള രീതിയിൽ അതിനെ വളർത്തിക്കൊണ്ടുവരാനും പുതിയ പുതിയ തലങ്ങളിലോട്ട് ആ കഥ എത്തിക്കാനൊക്കെ ഉള്ള സാധ്യത ഉള്ള രീതിയിലാണ് എല്ലാ വിഷ്വൽ സ്റ്റോറി ടെല്ലിംഗ് അപ്രോച്ച് ഉള്ളതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവിടെ ഇത് അവസാനിക്കുന്നു എന്ന് ഒരു സ്റ്റോറി ടെല്ലറും കൃത്യമായിട്ട് പറയുന്നുണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാട്. ഒരു റൗണ്ട് വരുന്നതിന് മുമ്പ് എങ്ങനെയാണ്, കാരണം കേരളത്തിൽ ഇവിടെ പുറത്തുള്ള ഇപ്പം ഹോളിവുഡിനൊക്കെ ആണെങ്കിൽ ഒരുപാട് വർക്ക് ഇവിടെ നടക്കുന്നുണ്ടെന്ന് അറിയാം. കാരണം പല സ്റ്റുഡിയോസിനൊക്കെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെയുള്ള മൂവീസിന് ഇത്രയും ഇപ്പം ലോക്കലൊക്കെ ആകുമ്പോൾ ഭയങ്കര ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന ആ ലെവലിൽ ഇങ്ങനെ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ടാക്കിക്കൊണ്ട് ഒരു ടീമിനെ വളർത്തിയെടുത്ത അതിന്റെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാവോ? എങ്ങനെയാണ് അത് ഒരു അപ്പോൾ എത്ര വർഷം നിങ്ങൾ? ഓക്കെ ഓക്കെ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് അധികം നീണ്ടുപോകും, പക്ഷെ പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. എൻ്റെ റോള് ഇപ്പോൾ ഈ യുനോയിൻസ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിലെ ഒരു ക്രിയേറ്റീവ് മാനേജ്മെൻറ്റ് റോളാണ്. അതായത് ഞങ്ങൾ ആദ്യ സമയങ്ങളിൽ പഠിച്ചിറങ്ങിയ സമയത്ത് ഇറങ്ങുമ്പോഴൊക്കെയുള്ള വർക്ക് ചെയ്ത കമ്പനികളിലൊക്കെ ഫേസ് ചെയ്തിട്ടുള്ളൊരു ഇഷ്യൂവിനെ സോൾവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിൽ നിന്നാണ് എൻ്റെ റോള് ഉടലെടുക്കുക. അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ടീമിൽ ഒരു സ്പേസ് കിട്ടുന്നത് അങ്ങനെയാണ്, മോർ ദാൻ ഒരു 2D അനിമേറ്റർ എന്നുള്ളതിനേക്കാളും. അപ്പം പല ആർട്ടിസ്റ്റുകളുമായിട്ടാണല്ലോ ഇൻട്രാക്ട് ചെയ്യുന്നത്. ഇപ്പം ക്ലയൻറ്റ് റിക്വയർമെൻ്റ് ആണെങ്കിൽ പോലും നമ്മൾ ഇല്ലസ്ട്രേറ്റേഴ്സ്, ഡിസൈനേഴ്സ്, അനിമേറ്റേഴ്സ് അല്ലെങ്കിൽ കോൺസെപ്റ്റ് ആർട്ടിസ്റ്റ്, ഇങ്ങനെയുള്ള ആർട്ടുമായി ബന്ധപ്പെട്ട് അങ്ങനെ മാത്രം ചിന്തിക്കാൻ കഴിയുന്ന ആളുകളുമായിട്ടാണ് ആ മാനേജ് ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ ആ കമ്പനി റൺ ചെയ്യുന്ന ആൾ ഡീൽ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത് ഇത് പ്രോപ്പറായിട്ട് ഒരു സാധാരണ ഒരു IT കമ്പനിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇൻഡസ്ട്രിയിലുള്ളൊരു ഒരു സ്ഥാപനം നടത്തുന്ന പോലെ ചെയ്യാൻ പറ്റാത്തൊരു ഒരു എന്താണ് ഓപ്പറേഷണൽ ടാസ്ക്കാണ്. ഇവരുടെ ഈഗോ ഉണ്ട്, ഇവരുടെ കോൺഫ്ലിക്റ്റുകളുണ്ട്, ഇവർക്ക് കൊടുക്കേണ്ട സമയമുണ്ട്, ഒരു കംഫർട്ട്, ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. ഇതൊന്നും നോക്കാതെ ഇന്ന് രാവിലെ തന്ന ബ്രീഫിന് വൈകിട്ട് ഔട്ട് കൊടുക്കണം എന്ന് പറഞ്ഞ വളരെ മെക്കാനിക്കലായിട്ടുള്ള ഒരു പരിപാടി നടക്കൂല എന്ന് മനസ്സിലാക്കാത്ത ഒരു മാനേജീരിയൽ ആളുകളിൽ നിന്ന് ഇത് ഇങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടതെന്നുള്ള ഒരു തിരിച്ചറിവ്, അല്ലെങ്കിൽ ഇങ്ങനെയല്ല, ഇതിനേക്കാൾ ഭംഗിയായിട്ട് ഇവരുടെ അടുത്ത് നിന്ന് ഔട്ട്പുട്ട് നേടിയെടുക്കാൻ പറ്റുമല്ലോ എന്നുള്ള ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്നാണ് ഞാൻ ഈ ഒരു റോളിലോട്ട് വരുന്നത്. അപ്പോൾ എനിക്ക് ഈ പ്രോബ്ലം സോൾവിങ് എപ്പോഴും ഈ വള്ളി പിടിക്കൽ താല്പര്യമുള്ള ആളായതുകൊണ്ട് എല്ലാ വള്ളികളും പിടിക്കുകയും അത് എൻ്റെ ടീമിൽ ട്രസ്റ്റ് ചെയ്യുകയാണ് ഞാൻ. ഇവരെ കൊണ്ട് ഇതല്ല ഇതിനപ്പുറവും ചെയ്യാൻ പറ്റും, പക്ഷേ കറക്റ്റ് കമ്മ്യൂണിക്കേഷൻ നടക്കണം. ആ കമ്മ്യൂണിക്കേഷൻ അങ്ങോട്ട് കൊടുക്കുന്നതും ഇങ്ങോട്ട് അത് നമ്മൾ ക്ലയൻറ്റിലോട്ട് എത്തിക്കുന്നതും ഒക്കെ ആ ഒരു പ്രോസസ്സ് വളരെ സ്മൂത്തായിട്ട് നടന്നാൽ മാത്രമേ ഒരു ക്രിയേറ്റീവ് ഔട്ട്പുട്ട് നന്നാവുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അപ്പം അതിനുള്ളൊരു സ്പേസ് ഉണ്ടാക്കിയെടുക്കാൻ ഞാൻ ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു. അതിനുള്ള എല്ലാ എഫേർട്ടും ഇട്ടു. അപ്പം ഞാനൊഴിച്ച് ബാക്കി 5 പേരും ഈ ക്രിയേറ്റീവ് പ്രോസസ്സിലേക്ക് ഭയങ്കരമായിട്ട് ഡീപ്പായിട്ട് പോവുകയും ഞാൻ ഇവരുടെയും മറ്റേ ക്ലയൻറ്റോ അല്ലെങ്കിൽ ആരാണ് ആ സൈഡിലുള്ളത് അവരുമായിട്ടുള്ളൊരു ലിങ്കായിട്ട് ഒരു കാറ്റലിസ്റ്റായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അതിൽ നിന്നാണ്
ഈ ഒരു ടീം ബിൽഡ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ 6 പേരും ഒരു കോംപ്ലിമെൻ്റ് ചെയ്യുന്ന ആളുകളാണ്. അപ്പം ഒരാൾ പ്രീ പ്രൊഡക്ഷൻ ചെയ്യും, ഒരാൾ പ്രൊഡക്ഷൻ ചെയ്യും, ഒരാൾ കോമ്പോസിറ്റിംഗ്, ഫൈനൽ, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യും. ഞാനിതിനെ എല്ലാവരെയും കൂടി കണക്ട് ചെയ്തിട്ട് ക്ലയൻറ്റിലോട്ട് എത്തിക്കും. അപ്പോൾ അങ്ങനെ ഒരു ടീം ഡെവലപ്പ് ചെയ്യുകയും അതിന് അത് കൂടുതൽ വർക്കുകൾ കിട്ടാൻ തുടങ്ങിയപ്പം അതിൻ്റെ താഴെ ഇവരെയൊക്കെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനെയും സപ്പോർട്ട് ചെയ്യാൻ ആളുകൾ, കറക്റ്റ് ആളുകളെ പിക്ക് ചെയ്യുകയും ഒക്കെയാണ് എൻ്റെ റോൾ ഉണ്ടായിരുന്നത്. അപ്പം അത് കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് ആ പ്രോസസ്സ് ഇങ്ങനെ ഓർഗാനിക്കായിട്ട് നടന്നതാണ്. നമ്മൾ കുറച്ച് പൈസയും കുറച്ച് സ്പേസും കിട്ടിയാൽ ഒരു കമ്പനി തുടങ്ങാം എന്ന് പറഞ്ഞിട്ട് വന്ന ആൾക്കാരല്ല. എല്ലാം ആ ഒരു ഒരു ഓരോ സമയത്ത് കറക്റ്റ് സംഭവങ്ങൾ നടക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റി. അതിനു വേണ്ടിയുള്ള ടെക്നോളജി ഞങ്ങൾ എന്താണ് അക്വയർ ചെയ്യാൻ പറ്റി. അതിന് മാച്ചിങ് ആയിട്ടുള്ള സ്കിൽ സെറ്റുള്ള പിള്ളേരെ നമ്മുടെ കൂടെ ആഡ് ചെയ്യാൻ പറ്റി. ഞങ്ങളുടെ അതേ പാഷൻ അവരിലോട്ടും സ്പ്രെഡ് ചെയ്യാൻ പറ്റി. അങ്ങനെയാണ് ഈ ടീം ബിൽഡ് ചെയ്തത്. അപ്പോൾ പറഞ്ഞു വന്നത് ഇങ്ങനെയുള്ളൊരു ലോക പോലുള്ള സിനിമയിലോട്ട് എത്തുമ്പോൾ അപ്പോഴേക്കും നമ്മൾ ടീം സെറ്റായി. ഒരു 10 ഇയേഴ്സ് ജേർണിയിൽ ഞങ്ങൾ ഈ കമ്പനി സർവൈവ് ചെയ്യാനുള്ള ടൈപ്പ് വർക്കുകളൊക്കെ ആദ്യം തന്നെ ചെയ്തു. ഫ്രം 2014 ഞങ്ങൾ ലേണിംഗ് വർക്കുകൾ ചെയ്തു, എക്സ്പ്ലെയിനർ വീഡിയോസ് ചെയ്തു, പിന്നെ അനിമേറ്റഡ് സ്റ്റിക്കേഴ്സ് ചെയ്തു, ഈ ചാറ്റ് ബോക്സും അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള. പിന്നെ ഗവൺമെൻറ്റിൻ്റെയും NGOസിനൊക്കെ വേണ്ടിയിട്ടുള്ള കോവിഡിൻ്റെ ടൈമിലൊക്കെ അവയർനെസ് വീഡിയോസ് ഒക്കെ ചെയ്തു. ഇതെല്ലാം ചെയ്യുമ്പോൾ നമ്മളൊരു ഗ്ലോബൽ ഒരു ഓഡിയൻസിന് വേണ്ടി ചെയ്യുന്നതായതുകൊണ്ട് നമുക്ക് ഭയങ്കര റൂട്ടഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡിനുള്ള സ്കോപ്പ് കുറവായിരുന്നു. അതായത് എപ്പോഴും ശ്രമിക്കുന്നത് നമ്മൾ ഈ വെസ്റ്റേൺ അല്ലെങ്കിൽ യൂറോപ്യൻ ആ ഒരു സ്റ്റൈല് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനൊരു ആക്സെപ്റ്റൻസ് കൂടുതലുള്ളത്. അപ്പോൾ അതിലോട്ട് അലൈൻഡ് ആവുന്ന വർക്കുകളായിരുന്നു ആ ബിഗിനിങ് സ്റ്റേജിൽ ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് സിനിമകളും അങ്ങനെയുള്ള ഷോർട്ട് സ്റ്റോറീസും ഷോർട്ട് ഫിലിംസും ഒക്കെ ചെയ്യാനുള്ളൊരു അവസരം കിട്ടി തുടങ്ങിയപ്പോൾ നമ്മുടെ കയ്യിലുള്ള സംഭവങ്ങൾ തുറക്കാൻ തുടങ്ങി. നമ്മൾ കണ്ട് ശീലിച്ച പെയിൻറ്റിങ്സും അല്ലെങ്കിൽ നമുക്ക് ആഗ്രഹമുള്ള ടൈപ്പ് ടെക്സ്ചേഴ്സും കളേഴ്സും ആ ടൈപ്പ് ഓഫ് വേൾഡ് ബിൽഡിങ് അതെല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ ഇങ്ങനെ നമ്മുടെ കയ്യിലോട്ട് ഇതാണ് റൈറ്റ് ടൈം എന്നുള്ള ഒരു തോന്നൽ വരികയും അതിൽ നമ്മൾ ഇപ്പം ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ആ അവസരം മിസ്സാവും എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് പൂർണ്ണമായും അതൊരു ഹെക്റ്റിക് വർക്ക് ഷെഡ്യൂൾ ആണെങ്കിൽ പോലും നമ്മളിത് പ്രൂവ് ചെയ്യേണ്ട ടൈമാണ്. ഇനി ഒരു വലിയ സ്കെയിലിൽ ഇപ്പോൾ ഒരു ഫീച്ചർ ഫിലിമോ അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ട് പോകാൻ ഇത് നമുക്കൊരു വലിയ അസറ്റായിരിക്കും എന്നുള്ള മനസ്സിലാക്കിയിട്ടാണ് അതിന് മുന്നോട്ട് പോയത്. അതിലിപ്പം നമ്മുടെ ക്രിയേറ്റീവ് ഡയറക്ടേഴ്സായ സീറോ ഉണ്ണി എന്ന് പറയുന്ന ഉണ്ണി, പിന്നെ ടെക്നിക്കൽ ഡയറക്ടർ ജെറോയ്, ഇവരൊക്കെ ഉള്ള സാധനം കൊണ്ടുവരാതെ യുനോയൻസിൽ നിന്ന് ഒരു സ്റ്റൈൽ കൊണ്ടുവരണം. അപ്പോൾ ഭ്രമയുഗത്തിലും ലോകയിലൊക്കെ നിങ്ങൾ നോക്കിയാൽ കാണാം, ചിലപ്പോൾ യുണീക്ക് സ്റ്റൈലാണ്. ഇതിപ്പോൾ അത് വേറൊരു സിനിമയിൽ അത്ര ഫെമിലിയർ ആയിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഉള്ളൊരു സ്റ്റൈലായിട്ട് തോന്നിയേക്കില്ല. അപ്പോൾ അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടുമ്പോൾ മാക്സിമം അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനും അതിൽ എക്സൽ ചെയ്യാനും ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു റിസൾട്ട് പോസിറ്റീവായിട്ട് വന്നതായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. കല്യാണിയുടെ ഒരു ജേർണി ഇതേപോലെ തന്നെ എങ്ങനെയാണ് ഒറിജിനൽ തോട്ട് എന്ന് ഇതുവരെ അപ്പം പല മാധ്യമങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നതാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പം വർക്ക്ഷോപ്സ് എന്നുള്ള രീതിയിലാണെങ്കിലും പല പല ആയിട്ടുള്ള ഇടങ്ങളിൽ ഇതിനൊരു ഒരു സ്പേസ് ഉണ്ടാക്കുന്നതിലാണെങ്കിലും, കാരണം ഇതൊരു എല്ലാത്തൊരു സാധനമാണ് പലപ്പോഴും. അതായത് വീട്ടിൽ അമ്മൂമ്മമാർ ചെയ്തുകൊണ്ടിരുന്ന സാധനമാണ്, പക്ഷേ ഇതിന് എങ്ങനെ ഒരു രീതിയിൽ സ്പേസസ് കണ്ടെത്താന്നുള്ളതൊക്കെ ഒരു പയനിയറിങ് ഒരു രീതിയാണല്ലോ. അതെങ്ങനെ നടന്നെന്നുള്ള ഒന്ന്. അത് ആക്ച്വലി നേരത്തെ പറഞ്ഞില്ലേ, എനിക്കെതിരാണ് വിഷ്വൽ. ഞാൻ പറഞ്ഞതിന് ഓപ്പോസിറ്റ്. ശരിക്കും ഞാൻ അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഞാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഈ പറഞ്ഞ പോലെ പണ്ട് അമ്മൂമ്മമാർ വീട്ടിലിരുന്ന് പറഞ്ഞ ആ ഒരു സ്റ്റോറി ടെല്ലിംഗ് രീതി ആരും മറന്നു പോകരുത്, അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് ആരും മറക്കരുത് എന്നുള്ളതാണ് ഉദ്ദേശം. അല്ലാതെ ആരും സിനിമകൾ കാണണം, കുട്ടികളും നല്ല നല്ല സിനിമകൾ കാണണം. ഇന്നലെ ഞാനും മോനും കൂടെ ഇരുന്ന് സുഡാനി ഫ്രം നൈജീരിയ കണ്ടു. അത് കണ്ടു കഴിഞ്ഞിട്ട് പക്ഷെ മോൻ പറഞ്ഞാൽ, ഇനി ഫുഡൊന്നും വേസ്റ്റ് ചെയ്യാൻ പാടില്ല അല്ലേ അമ്മ. അപ്പം അതാണ്, നമ്മൾ കഥ പറയുന്നു, സിനിമകൾ കാണുന്നു, ഇതെല്ലാം വേണം, എല്ലാം വേണം എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഒരിടത്തൊരിടത്ത് തുടങ്ങിയതിൻ്റെ ഉദ്ദേശം. ഈ അമ്മൂമ്മമാർ വീട്ടിലിരുന്ന് പറഞ്ഞു തന്ന കഥകൾ അത് അടുത്ത ജനറേഷൻസിലോട്ടും അത് എത്തണം. കാരണം ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഒത്തിരി കഥ കേട്ട് വളർന്ന ഒരാളാണ്. അപ്പം ഞാൻ ഈ കഥകൾ മോന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഞാൻ ആദ്യം ഒന്ന് സെർച്ച് ചെയ്തു. അപ്പം അതൊന്നും എനിക്ക് എവിടെയും കണ്ടില്ല. പിന്നെ ഞാൻ അതൊന്ന് കളക്ട് ചെയ്ത് അതൊന്ന് ഡോക്യുമെൻ്റ് ചെയ്ത് തുടങ്ങിയാണ് ഒരിടത്തൊരിടത്തിൻ്റെ തുടക്കം. അപ്പം അത് അങ്ങനെ ചെയ്ത് തുടങ്ങി. അപ്പം എന്നാൽ ശരി, പോഡ്കാസ്റ്റിലൂടെ അത് കുറച്ച് പേരിലോട്ട്
എത്തട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ ഞാനൊരു 5 വർഷം മുമ്പ് ഇത് തുടങ്ങിയപ്പം പോഡ്കാസ്റ്റ് ഇത്രയും ഒരു പോപ്പുലർ അല്ലായിരുന്നു. അങ്ങനെയാണ് ഇൻസ്റ്റഗ്രാമിലോട്ടും കൂടി വന്നത്. ഇൻസ്റ്റഗ്രാമിൽ പിന്നെ കണ്ടു എൻ്റെ 2, 3 ഫ്രണ്ട്സിനെ നമുക്കിത് സെഷൻസ് ആയിട്ട് കുട്ടികളിലോട്ട് എത്തിക്കാം. ഞാനിത് ആദ്യം തുടങ്ങുന്നത് ശരിക്കും പറഞ്ഞാൽ പേരൻസിന് വേണ്ടിയിട്ടായിരുന്നു. അവർ കഥകൾ കേട്ട് അവർ കുട്ടികളോട് പറയട്ടെ എന്നുള്ള രീതിയിൽ. പക്ഷെ പിന്നെ അതിനെ കുറച്ചും കൂടി ആൾക്കാരിലോട്ട് എത്തിക്കാനായിട്ട് നമ്മൾ സെഷൻസ് ചെയ്തു. സെഷൻസ് ചെയ്യുമ്പം കുട്ടികളിലോട്ട് കഥ പറയും. കഥകളുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ആക്ടിവിറ്റി ചെയ്യും. ഇപ്പം ഞാൻ അതും നേച്ചറുമായിട്ട് കണക്ട് ചെയ്യാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം ഒരു രാജാവിൻ്റെ കഥ പറഞ്ഞാൽ ഞാനൊരു പ്ലാവിലെ കിരീടം ഉണ്ടാക്കാൻ അവരോട് പറയും. അപ്പോൾ ഇതാ കിരീടം ഉണ്ടാക്കി. അപ്പം അവർ അപ്പം ഒരു ഇല കണ്ടാൽ അവർക്ക് എന്തെങ്കിലും അത് വെച്ച് ഉണ്ടാക്കാൻ അവർക്ക് തോന്നട്ടെ. ഒരു കൊച്ചങ്ങ ഞാൻ കൊച്ചങ്ങ എന്നാ പറയുന്നത്. ഇവിടെ എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല. ആ വെള്ളയ്ക്ക. അത് തന്നെ. അപ്പോൾ കൊച്ചങ്ങ കിട്ടിയാൽ കൊച്ചങ്ങ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക. അങ്ങനെയും കൂടെ അവരെ ചിന്തിപ്പിക്കുക. കാരണം നേച്ചറുമായിട്ട് കണക്ട് ചെയ്ത് അവർക്ക് ബോറടിക്കില്ല എന്നുള്ളതാണ്. അപ്പം അങ്ങനെ അവരെ അതുമായിട്ട് കണക്ട് ചെയ്യിപ്പിക്കുക. ഇതൊക്കെയാണ് ശ്രമം. ഇപ്പോൾ കൂടുതലും സ്കൂൾസിൽ ട്രൈ ചെയ്യാറുണ്ട്, സെഷൻസ് ചെയ്യാറുണ്ട്. പിന്നെ ഇതുപോലത്തെ ഇവൻറ്റ് സ്പേസസിൽ, ഫെസ്റ്റിവൽസ് കുട്ടികൾക്ക് ആ കഥകൾ എത്ര കഥകൾ പറയാൻ പറ്റുമോ അത്രയും കഥകൾ കുട്ടികളിലോട്ട് നമ്മുടെ കേരളത്തിൻ്റെയും ആ ഫോക്ക് ടെയിൽസ്, ആ ലെജൻഡ്സ് അത് പാസ് ഓൺ ചെയ്യുക എന്നുള്ളതാണ് ആ ജേണി. ഇപ്പം ഇങ്ങനെ എന്താ പറയുക, ആദ്യം 5 വർഷത്തിന് മുമ്പ് തുടങ്ങിയതല്ല. ഇപ്പം കുറേ ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്തു. അതിൻ്റെ പോസിബിലിറ്റീസ് ഇനിയും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞ പോലെ സെഷൻസ് ചെയ്യുന്നു. ഇൻസ്റ്റഗ്രാമിലുണ്ട്, പോഡ്കാസ്റ്റിലുണ്ട്. ഞാൻ യൂട്യൂബിലോട്ട് വന്നിട്ടില്ല. അത് ആദ്യം ഇങ്ങനെ കണ്ട് അല്ലല്ലോ വരേണ്ടതെന്നുള്ള രീതിയിൽ ഞാൻ യൂട്യൂബ് എക്സ്പ്ലോർ ചെയ്യാതെ ഇരിക്കുകയാണ്. അത് ഞാൻ ഇതുവരെ ചെയ്തില്ല. ഇനി ചെയ്യോ ഇല്ലേ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. പക്ഷേ ഈ ഒരു ഏരിയാസിലാണ് ഇപ്പം ഈ സ്പേസസിലാണ് ഉള്ളത്. ജിൻസന്റെ ജേണി അതുപോലെ എന്താ പറയുക, ഫോട്ടോഗ്രാഫി എന്നുള്ള ഒരു മീഡിയം വെച്ചിട്ട് കൾച്ചർ ക്യാപ്ചർ ചെയ്യുക മാത്രമല്ല, ചിലപ്പം കൾച്ചറൽ തിങ്കിങ്ങിനെ പുഷ് ചെയ്യുന്ന രീതിയിൽ ചില സാധനങ്ങൾ ചെയ്യാറുണ്ട്. അതെ, ചിലപ്പോൾ അത് കുറച്ച് കോൺട്രവേഴ്സ്യൽ ആവാറുണ്ട്, ആൾക്കാർ കോൺവെർസേഷനിൽ വരാറുണ്ട്. ജിൻസിന് അറിയില്ല, നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല, ഒരു വളരെ കുറച്ചൊരു ചർച്ച ചെയ്യപ്പെട്ടൊരു സാധനമായിരുന്നു ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന ഒരു കൊച്ചിൻ്റെ ഒരു ഫോട്ടോ. അപ്പോൾ കേരളത്തിലെ ഇങ്ങനെ ഒരു മാഗസിൻ്റെ മുകളിൽ വെക്കാവോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോൺവെർസേഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ആ ഒരു പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പൊളിറ്റിക്സ്, അപ്പോൾ ഒരു റെപ്രസെൻറ്റേഷൻ എന്നുള്ളതുണ്ടല്ലോ, അപ്പോൾ ഒരാളുടെ മോഡൽസിൻ്റെ സ്കിൻ ടോണ് മുതലുള്ള കാര്യങ്ങൾ, അപ്പോൾ അതൊക്കെ വളരെ ന്യൂവാൻസ്ഡ് ആയിട്ട് ചെയ്യുന്ന ഒരാളാണ് ജിൻസിന്. അപ്പം കേരളത്തിനെ കാഴ്ചവെക്കുന്ന ഒരു ഇതുണ്ട്. കേരളത്തിലുള്ള കൾച്ചറൽ കോൺവെർസേഷൻസിനെ എന്താ പറയുക, ആൾക്കാരെ ചിന്തിപ്പിക്കുന്ന അത് ചെയ്യുന്നുണ്ട്. ഇതും ആ ഒരു ജേർണിനെ പറ്റി പറയാമോ? എങ്ങനെയാണ് ഈ ഒരു ഇതിലെത്തി ഇങ്ങനെ ഒരു ഇമേഴ്സ്ഡ് ആയിട്ട് ഈ ഒരു രീതിയിൽ ചിന്തിക്കാൻ വന്നിട്ടുള്ളത്, ആ ഒരു ന്യൂവാൻസിലേക്ക് എത്തിയിട്ടുള്ളത്? ഇവർ പറഞ്ഞ ബാക്കിയായിട്ട് തന്നെ 2 കാര്യങ്ങൾ പറയാം. അതായത് എൻ്റെ വർക്കിനകത്തും ഞാൻ എപ്പോഴും ശ്രമിക്കുന്ന അബ്സ്ട്രാക്ഷൻ എന്നൊരു സാധനം. എപ്പോഴും അബ്സ്ട്രാക്ഷനാണ് എന്നെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മളെന്തെങ്കിലും ഒന്ന് പറയാൻ ശ്രമിക്കുക, അത് ഈ കല്യാണി ആദ്യം പറഞ്ഞ പോലെ ആ ഒരു ഭൂതം കേൾക്കുന്ന ആൾക്ക് എങ്ങനെയാണ് മനസ്സിലായത്, അതേപോലെ തന്നെ പല ഭൂതങ്ങളും നമ്മുടെ പടങ്ങളിലും നമ്മുടെ വർക്കിലും ഉണ്ട്. അപ്പം അത് നമ്മൾ മൊത്തത്തിൽ അത് പറയുന്നതല്ല അതിൻ്റെ ഭംഗി. അത് അവർ ഇൻ്റർപ്രറ്റ് ചെയ്യാനുള്ള കീ എലമെൻറ്റ്സ് അതിനകത്ത് വെച്ച് പിന്നെ ഓർമ്മപ്പെടുത്തൽ എൻ്റെ ഒരു ഭയങ്കര ഒരു എന്ത് വർക്ക് ചെയ്താലും അതിനകത്ത് എന്തെങ്കിലും ഒന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു എലമെൻറ്റ് അബ്സ്ട്രാക്ഷനായിട്ട് തന്നെ വെക്കാൻ ശ്രമിക്കും. അതങ്ങനെ ഇങ്ങനെ പറഞ്ഞ് പഠിച്ചതല്ല, ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മളതാണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ അതാണ് ഈ കല്യാണിയുടെ വർക്ക്. ഇപ്പം ഈ കേട്ടിടത്തോളം ഓർമ്മപ്പെടുത്തലും അല്ലെങ്കിൽ ആർക്കൈവിലും അങ്ങനെ കുറേ കാര്യങ്ങളാണ്. അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ തീർച്ചയായിട്ടും ഇനിയും വളരെ കാര്യമായിട്ട് സപ്പോർട്ട് ചെയ്ത്. കാരണം ഞാനത് ഏറ്റവും കൂടുതൽ പറഞ്ഞ എൻ്റെ പ്രോജക്റ്റിൽ ആദ്യത്തെ കോൺട്രവേഴ്ഷ്യൽ ആയാലൊരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോൺട്രവേഴ്ഷ്യൽ ആവുമെന്ന് ഒരിക്കലും വിചാരിച്ചെടുത്തതൊന്നുമല്ല. നിങ്ങളിപ്പോൾ തന്നെ ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ 1900s കേരള വുമൺ എന്നടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 18th സെഞ്ച്വറിയിൽ കേരള വുമൺ എന്നടിച്ചു കഴിഞ്ഞാൽ കാണുന്ന ഒരു 5-6 പടങ്ങളേ ഉള്ളൂ. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടമുണ്ട്, അത് ടോപ്ലെസ് ആണ്. ടോപ്ലെസ് എന്ന് വെച്ചാൽ അവരവരുടെ ബ്രസ്റ്റ് കവർ ചെയ്തിരിക്കുന്നത് ഇലയായിരിക്കാം, ജ്വല്ലറി ആയിരിക്കാം, എന്തെങ്കിലും ആണ്. അതിന് വേറെ ഒരുപാട് പൊളിറ്റിക്സും കൾച്ചറൽ കാര്യങ്ങളുണ്ട്, അതിലേക്കൊന്നും നമ്മൾ പോകണ്ട. ആ പടം ഇൻസ്പയർ ചെയ്തിട്ടാണ് ഒരു ജ്വല്ലറിയുടെ എഡിറ്റോറിയൽ ഞാൻ ചെയ്തത്. അപ്പോൾ ഒരിക്കലും അതൊരു സെൻഷ്വൽ ഇമേജോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കോണ്ടെക്സ്റ്റിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ച ഇമേജ് അല്ല. പക്ഷേ അത് ഒരുപാട് ആൾക്കാരെ പ്രൊവോക്ക് ചെയ്തു. നാഷണൽ മീഡിയയിൽ വരെ അത് അതായത് ആ ആക്ട്രസിനെ ഡിഗ്രേഡ് ചെയ്തതുപോലെ അവർ ചിത്രീകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്കതിനകത്തൊന്നും പ്രത്യേകിച്ച് അങ്ങനെ ചിന്തിക്കരുതെന്നൊന്നും പറയാൻ പറ്റില്ല. ഇത് പറഞ്ഞ പോലെ നമ്മളൊരു സാധനം ചെയ്തു, അത് ആൾക്കാർ എങ്ങനെ ചിന്തിക്കും എന്നുള്ള അവരുടെയാണ്. അപ്പോൾ അതൊരു കോൺട്രവേഴ്ഷ്യൽ സബ്ജക്റ്റ് ആവുകയും
അങ്ങനെ മൾട്ടിപ്പിൾ കാര്യങ്ങൾ ചെയ്തപ്പോൾ പ്രത്യേകിച്ച് എൻ്റെ ഒരു കൈൻഡ് ഓഫ് ചോയ്സ് ഓഫ് മോഡൽസ് ഒക്കെ ഒരു ദ്രവീഡിയൻ ടെക്സ്ചർ അങ്ങനത്തെ ഉള്ള കുറേ പല ഷൂട്ടുകൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. 2013 തന്നെ ഈ പ്ലസ് സൈസ് എന്ന ഒരു സബ്ജക്റ്റ് ഒന്നും ചർച്ചയാവുന്നതിന് മുമ്പ് തന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന മോഡൽസിന് അങ്ങനെ ഒരു ഇൻക്ലൂസിവിറ്റി ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്ന മീഡിയ ഫോർവേഡ് മീഡിയയുടെ ഒരു എഡിറ്റോറിയൽ പോളിസിക്കകത്തുണ്ടായിരുന്ന കുറേ കാര്യങ്ങളാണ്. അതൊക്കെയാണ് നമ്മളെ മോൾഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചർച്ചയായിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ. ഇത് ചർച്ചയാവാൻ വേണ്ടി ചെയ്തതാണെന്ന് ചോദിച്ചാൽ ചർച്ചയാവാൻ വേണ്ടി ചെയ്തതാണ് ബ്രസ്റ്റ് ഫീഡിങ്. ഇത്രയും പ്രോജക്ട്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് ഹാൻഡിൽ ചെയ്തുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടാവാം. മാതൃഭൂമി എന്നെ വിളിച്ചിട്ട് അവർക്ക് സ്വന്തമായിട്ട് ഇൻഹൗസ് ടീമും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും ഈ സബ്ജക്റ്റ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന ഒരു ചർച്ചയുടെ പുറത്താണ് ഞാനത് ഷൂട്ട് ചെയ്യാമെന്ന് പറയുന്നത്. ഞാൻ ഇപ്പോഴൊരു പൊതുവേദി പറയാത്ത കുറച്ച് ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. അതായത് അന്ന് ഒരമ്മയും തയ്യാറായില്ല അങ്ങനത്തെ ഒരു പടം എടുക്കാൻ നമ്മുടെ ചുറ്റുമുള്ള. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞപ്പോഴാണ് അദ്ദേഹമാണ് പറയുന്നത്, ഞാനിത് ചെയ്യാം, ഈ ഒരു കുട്ടിയെ കൊണ്ടുവന്നാൽ ഞാനിത് ചെയ്യാമെന്നത്. അപ്പം നമ്മൾ എഡിറ്റോറിയൽ മീറ്റിംഗ് ഇരുന്നപ്പം അപ്പം നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു, ഇറ്റ്സ് എ റെപ്രസെൻറ്റേഷണൽ ഇമേജ്, ഇറ്റ് ഈസ് നോട്ട് എ പിക്ചർ ഓഫ് എ റിയൽ മദർ ഫീഡിങ് എ ചൈൽഡ്. അതെന്തുകൊണ്ട് ചെയ്തുകൂടാ എന്ന് ചിന്തിച്ചപ്പോൾ ഞാൻ ഒരു പോയിന്റിൽ ഞാനതൊന്ന് ബാക്ക് ഓഫ് ചെയ്തായിരുന്നു. എനിക്കത് ചെയ്യാൻ താല്പര്യമില്ല. കാരണം നമ്മളെപ്പോഴും ഒരു റെപ്രസെൻ്റ് ചെയ്യുന്ന റിയൽ സാധനം വേണം. പിന്നീട് പല ആൾക്കാരും എന്നോട് കൺവിൻസ് ചെയ്തു, ഇത് നീ തന്നെ ചെയ്യണം, നീ ചെയ്തില്ലെങ്കിൽ ആരെങ്കിലും ചെയ്യും, നീ ചെയ്യുമ്പോൾ അതിനൊരു കുറച്ച് കഥകളുണ്ട് അതിൻ്റെ കൂടെ പറയാൻ. അപ്പോൾ അത് നമുക്ക് ചെയ്യാം. അപ്പോൾ യു ആർ ക്രിയേറ്റിംഗ് എ റെപ്രസെൻറ്റേഷണൽ ഇമേജ് ഓഫ് എ ബ്രസ്റ്റ് ഫീഡിങ് മദർ. അങ്ങനെ ഒരു കോണ്ടക്സ്റ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്കും അത് കേരളത്തിലെ പുരുഷന്മാർക്കൊരു അറ്റാക്ക് ആയ പോലൊക്കെയാണ് അതിനെ വന്നതും. അതിനകത്ത് അത് ഞാൻ ചെയ്ത ഏറ്റവും ബ്യൂട്ടിഫുൾ ഇമേജ് ഒന്നും അല്ല അത്. അതിനൊരു പർപ്പസ് ഉണ്ടായിരുന്നു. ഇറ്റ് ഹാസ് ടു പ്രൊവോക്ക് എ ലോട്ട് ഓഫ് പീപ്പിൾ എന്നൊരു എഡിറ്റോറിയൽ ഇൻസ്ട്രക്ഷൻ എനിക്കുണ്ടായിരുന്നു. അതിൻ്റെ പുറത്ത് തന്നെയാണ് നമ്മളത് ആ വർക്ക് ചെയ്തത്. പക്ഷെ പുറത്ത് വന്നപ്പോൾ അത് വളരെ വലിയ ചർച്ചകളായി. പക്ഷെ ആദ്യമായിട്ടൊന്നും അല്ല ഒരു ബ്രസ്റ്റ് ഫീഡിങ് ഫോട്ടോ ഒരു മാഗസിൻ്റെ കവറിൽ വരുന്നത്. നമുക്കത് പരിചിതമല്ലെന്നേ ഉള്ളൂ, പ്രത്യേകിച്ച് കേരളത്തിൽ. പക്ഷെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ബ്രസ്റ്റ് ഫീഡിങ് ഇമേജ് വളരെ കുലീനതയോടുകൂടി ബ്രസ്റ്റ് കവർ ചെയ്ത് ഒരു അടച്ചിട്ട മുറിയിൽ അല്ല, അങ്ങനത്തെ ഒരു ഇമേജ് തോന്നേണ്ട ഇമേജ് നമ്മൾ ആ സ്റ്റീരിയോ ടൈപ്സിനൊക്കെ ബ്രേക്ക് ചെയ്ത് വളരെ ഓപ്പൺ ആയിട്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാമെന്നൊരു മെസ്സേജാണ് കൊടുക്കാൻ ശ്രമിച്ചത്. പക്ഷേ അത് നാഷണൽ മീഡിയയിലും ഇൻ്റർനാഷണൽ മീഡിയയിലും ഭയങ്കര നല്ല രീതിയിൽ അക്സെപ്റ്റൻസ് ഉണ്ടാവുകയും, പക്ഷേ ലോക്കൽ മീഡിയയിലും പ്രത്യേകിച്ച് ഒരു പോക്സോ കേസൊക്കെ അഗനിസ്റ്റ്, അതായത് ഞാനും ആ മോഡലും കൂടെ ചേർന്ന് ആ കുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന പേരൊരു കേസ് ഉണ്ടായിരുന്നു. 1 വർഷം അതിൻ്റെ ഹിയറിംഗ് ഒക്കെ കഴിഞ്ഞ് അവസാനം വന്ന കോടതി വിധിയാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ്. ഒബ്സിനിറ്റി ലൈസ് ഇൻ ദ ബിഹോൾഡേഴ്സ് ഐസ്, നോട്ട് ഇൻ ദ ക്രിയേറ്റേഴ്സ്. അത്രയ്ക്ക് ചരിത്രപരമായ ഒരു വിധി കേരള ഹൈക്കോടതി തരികയും ചെയ്തു. അതായത് അശ്ലീലം കാണുന്നവൻ്റെ കണ്ണിൽ മാത്രമാണ്. ഒരുപക്ഷെ അങ്ങനത്തെ കുറേ മാറ്റങ്ങളായിരിക്കും ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു കുറച്ച് ഇങ്ങനത്തെ സബ്ജക്ട്സ് ഒന്നും ആൾക്കാർക്ക് അത്ര അപരിചിതമല്ല. കാരണം ബുദ്ധിമുട്ടില്ല, ആൾക്കാർ വളരെ നല്ല അന്നത്തെ ഏറ്റവും വലിയ ഇത് ചെയ്യാനൊരു മോഡലിനെ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇപ്പം പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഒരുപാട് ആൾക്കാർ തയ്യാറായി വരും ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി, ഇങ്ങനത്തെ ഒരു മെസ്സേജോ ഉണ്ടെങ്കിൽ. അപ്പം അങ്ങനെ ഞാൻ മൊത്തത്തിൽ പറഞ്ഞാൽ ഇങ്ങനത്തെ അബ്സ്ട്രാക്ഷനും കൾച്ചറൽ റെപ്രസെൻ്റ് ചെയ്യുന്ന പഴയ കാര്യങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന കുറച്ചധികം ഇപ്പം ചില പടങ്ങളിലെ പോസുകൾ റെഫർ ചെയ്യുന്നതും, ഇപ്പം കേരളത്തിൽ സാരി ഫോട്ടോ ഷൂട്ട്സ് നമ്മൾ ഏറെക്കുറെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാം രവിവർമ്മയുടെ അല്ല അതിനെ ഓർമ്മപ്പെടുത്തുന്ന ഇമേജസ് ആണ്. അത് നമ്മളുടെ ലീനിയേജിലുള്ളതാണ്, നമ്മളതാണ് കണ്ട് ശീലിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ മനഃപൂർവ്വം ഞാൻ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. മനഃപൂർവ്വം ഈ ഇമേജിനകത്ത് ഇന്ന റെഫറൻസ് ഉണ്ട്, അല്ലെങ്കിൽ പഴയ ഇന്ന കാര്യങ്ങളുണ്ട്, മലയാള അക്കങ്ങളുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ കലണ്ടറിൻ്റെ ഒരു സൈഡിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കൊയർ വർക്കേഴ്സിനും അല്ലെങ്കിൽ കൊയർ ഇൻഡസ്ട്രിക്കും ട്രിബ്യൂട്ടായിട്ട് വരുന്ന സാധനങ്ങൾ. അങ്ങനെ ഒരു ശീലമായിട്ട് മലയാള കൾച്ചറിനോട് ചേർന്ന് നിൽക്കാൻ സാധിച്ചു എന്നാണ് പറയേണ്ടത്. മനസ്സിലായി. ഇനി ഒരു 2 റൗണ്ടും കൂടിയും 2 സ്പെസിഫിക് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ചോദിക്കാം. ഒന്നിപ്പം അസീമിനോട് ചോദിക്കാനുള്ളതാണ്. എന്താ പറയുക, ഇപ്പം ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാധനം ടെക്നോളജിയുടെയും കൾച്ചറിൻ്റെയും ഇൻ്റർസെക്ഷൻ എന്നുള്ളതാണ്. ടെക്നോളജി ഇപ്പം എന്നുള്ളൊരു സാധനം നിങ്ങളുടെ വർക്കിനെ എങ്ങനെയാണ് ഇപ്പം അതിന് ടെക്നോളജിയിലുള്ള ചേഞ്ച്, ഇപ്പോൾ AI വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എന്താ മേ ബി പുതിയ ടൂൾസിലുണ്ടാവും, അത് നിങ്ങളുടെ വർക്കിനെ എങ്ങനെ മാറ്റി എന്നുള്ളൊരു സാധനം. എന്നിട്ട് നമുക്ക് കൾച്ചറിലേക്ക് വരാം. അപ്പം എന്താണ് ആ ഒരു എസ്പെഷ്യലി ടെക് ബാക്ക്ഗ്രൗണ്ടുള്ള ആൾക്കാർക്ക്, ഇപ്പം എനിക്കറിയുന്ന സാധനം വെച്ചാൽ ഇപ്പം ലോക്കയൊക്കെ അതിൻ്റെ ഒരു ക്വാളിറ്റി മുമ്പ് ചിലപ്പോൾ ഒരു 5 വർഷം മുമ്പ് 10 വർഷം മുമ്പ് ചിലപ്പോൾ ആ അത്ര ലെവൽ ഇത്ര ഒരു കോസ്റ്റിൽ ഇവിടെ ചെയ്തെടുക്കാൻ പറ്റുമോ എന്നുള്ളത് ചിലപ്പോൾ ഡൗട്ട്ഫുൾ ആയിരിക്കും. എങ്ങനെയാണ് ഇപ്പോൾ ആ മാറ്റം വരുന്നത്? അത് നിങ്ങളെങ്ങനെയാണ് ആസ് എ പ്രാക്ടീഷണർ നോക്കി കാണുന്നത്? ആ ഒരു ടെക്നോളജി ആർട്ടിൽ ഓരോ സമയത്തും അതിൻ്റെതായ ഒരു സ്വാധീനം കാണിച്ചിട്ടുള്ളതായിട്ടാണല്ലോ നമ്മൾ ചരിത്രത്തിൽ നോക്കിയാൽ കാണുന്നത്. അപ്പോൾ
ഈ ഞങ്ങൾ റെപ്രസെൻ്റ് ചെയ്യുന്ന അനിമേഷൻ, ഇല്ലസ്ട്രേഷൻ ആ ഒരു ഏരിയയിൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത സമയത്തിൽ നിന്ന് ഈ എഐയുടെ ഒക്കെ ഇൻഫ്ലുവൻസ് വരുന്ന മുന്നേ തന്നെ ഭയങ്കരമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അനിമേഷൻ പഠിക്കാൻ പോകുന്നത് ഒരു ടൂൺസ് അനിമേഷൻസ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുണ്ട് തിരുവനന്തപുരത്ത്. ഇവിടുത്തെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ലീഡിങ് വലിയ അനിമേഷൻ സ്റ്റുഡിയോ ആണ്. അപ്പോൾ അവരുടെ ഒരു സ്റ്റുഡിയോ ടൂർ G1 TV-യിൽ കണ്ടിട്ടാണ്, അതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണ് ആ ഒരു സംഭവം എങ്ങനെയായിരുന്നു വെച്ചാൽ പണ്ടത്തെ ട്രഡീഷണൽ സെൽ അനിമേഷൻ ആയിരുന്നു. അപ്പോൾ ഒരുപാട് ആളുകൾ ഇങ്ങനെ വരിക്കിരുന്നിട്ട് പേപ്പറിൽ വരച്ചുകൊണ്ടിരിക്കുക, ഇൻ ബിറ്റ്വീൻസ് കീ ഫ്രെയിംസ് ഒക്കെ വരച്ച് എത്രയോ പേജുകൾ വരച്ചിട്ടുള്ള അനിമേഷൻ ആയിരുന്നു അന്ന് ചെയ്തിരുന്നത്. അപ്പം നമ്മൾ ബേസിക്കലി ഇപ്പോഴത്തെ ഇതിൽ പറഞ്ഞ ഇൻവെർട്ടർ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതൊരു സ്ഥലത്തിരുന്ന് ഇവിടെ വർക്ക് ചെയ്താൽ മതിയല്ലോ, വേറെ പ്രശ്നങ്ങൾ ആളുകളായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള ആവശ്യങ്ങളൊന്നുമില്ല. എന്നെ ഏൽപ്പിക്കുന്നു, ഒരു മൂലയിലിരുന്നിട്ട് വർക്ക് ചെയ്യുന്നു. അങ്ങനെ അനിമേഷനിലോട്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള വന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ഞാൻ പഠിക്കാൻ പോയ സമയമായപ്പോഴേക്കും മാക്രോമീഡിയ ഫ്ലാഷ്, പണ്ടത്തെ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ചെറിയ അനിമേഷൻസ് ചെയ്യുന്ന ടൂളിലോട്ട് ഇൻഡസ്ട്രി വന്നു. ടൂൺ ബൂം, ഫ്ലാഷ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, അതിപ്പം അനിമേറ്റ് എന്ന് പറഞ്ഞ പേരിലാണ് അഡോബി എടുത്തതിന് ശേഷമുള്ളത്. അപ്പോൾ ഞങ്ങൾ പഠിക്കുന്ന സമയം മുതൽ ഈ 10 വർഷത്തോളം ഉള്ള സമയത്ത് ഓരോ ടൂളും മാറിക്കൊണ്ടിരുന്നു. ബേസിക് സംഭവം സ്റ്റോറി ടെല്ലിങ് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ യൂസ് ചെയ്യുന്ന അത് അനിമേഷൻ ആക്കാനും ഇല്ലസ്ട്രേഷൻ ആക്കാനും ഉപയോഗിക്കുന്ന ടൂളുകളിൽ ഈ മാനുവൽ ഡ്രോയിങ്ങിൽ നിന്ന് മാറിയിട്ട് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാൻ തുടങ്ങി. പല സോഫ്റ്റ്വെയർസ് മാറി, അതിൻ്റെ ഫീച്ചേഴ്സ് കൂടിക്കൊണ്ടുവന്നു, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഞങ്ങളുടെ വർക്കിൻ്റെ ലോഡ് കുറക്കാനാണ് അത് സഹായിച്ചിട്ടുള്ളത്. അതിലോട്ട് അഡാപ്റ്റ് ചെയ്യാനാണ് ഓരോ വ്യക്തികളും ആർട്ടിസ്റ്റുകളും ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ. ഇപ്പോൾ എസ്പെഷ്യലി സർവീസ് ഓറിയൻറ്റഡ് ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് എപ്പോഴും കുറഞ്ഞ സമയം കൊണ്ട് ഔട്ട്പുട്ട് കൊടുക്കണം എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജിയിലോട്ട് അഡാപ്റ്റ് ചെയ്യുകയും അതിൽ നമ്മുടെ തനതായ സ്റ്റൈല് നിലനിർത്തുകയും ചെയ്യുക എന്നുള്ള ചലഞ്ചാണ് നമ്മൾ ഇതായിട്ട് ഫോളോ ചെയ്ത് പോകുന്നത്. അതാണ് നമ്മൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോയത്. അപ്പോൾ ടെക്നോളജിയുടെ അഡ്വാൻസ്മെൻറ്റ് ഇപ്പോൾ AI മാത്രമായിട്ട് പറയാതെ തന്നെ എനിക്ക് പറയാൻ പറ്റുന്നത് ഓരോ സമയത്തും ഇപ്പോൾ അനിമേറ്റ് ആണെങ്കിലും ടൂൺ ബൂം എന്നുള്ള സോഫ്റ്റ്വെയർ, പിന്നെ 3D സോഫ്റ്റ്വെയർസായ മാക്സ്, 3D മാക്സും ആയ, പിന്നെ ബ്ലെൻഡറിൻ്റെ ഭയങ്കരമായ ഒരു അഡ്വാൻസ്ഡ് ഇതുണ്ട്. 2D അനിമേഷൻസും 3D അനിമേഷൻസും ചെയ്യാൻ പറ്റുന്ന രീതിയിലോട്ട് അത് വന്നു. പിന്നെ ആഫ്റ്റർ എഫക്ട്സിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് മോഷൻ ഗ്രാഫിക്സിനെ വളരെ ഈസിയാക്കി കൊണ്ടുവന്നു. ഈ സിനിമ ഇപ്പോൾ ലോകയിൽ പോലുള്ള സിനിമകളിലുള്ള കോമ്പോസിറ്റിംഗ് എന്ന് പറയുന്നതിന് ഭയങ്കരമായ രീതിയിൽ ഹെവി ലോഡായിട്ടുള്ള വലിയ ഫയൽസുകളാണ് ചെയ്യുന്നത്. നമ്മൾ ഫോട്ടോഷോപ്പിലൊക്കെ വരച്ച് ഒരുപാട് 100 150 ലെയേഴ്സുള്ള വലിയ 2GB 3GB ഫയൽസ് സിസ്റ്റത്തിൽ ഇട്ട് റൺ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതിൻ്റെ ഫയലിംഗ് സിസ്റ്റവും അതിൻ്റെ ബാക്കിയുള്ള ടെക്നോളജിയൊക്കെ നമുക്ക് ഗുണപരമായിട്ട് വന്നിട്ടുണ്ട്. ഇതൊന്നും കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ആലോചിക്കാൻ പറ്റാത്ത, ഓഫ് കോഴ്സ് അതിൻ്റെ കമ്പ്യൂട്ടറിൻ്റെ കോൺഫിഗറേഷനൊക്കെ അതിനെ സ്വാധീനിക്കുന്നുണ്ട്. എങ്കിൽ പോലും ഈ പുതിയ പുതിയ ടൂൾസ് വരികയും അത് യൂസ് ചെയ്യാൻ പഠിക്കുകയും ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് കുറച്ചും കൂടി കൂടുതൽ കുറഞ്ഞ സമയത്ത് കൂടുതൽ കഥകൾ പറയാനൊക്കെ അനിമേഷനൊക്കെ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഈ റീസെൻറ്റ് ഡെവലപ്മെൻറ്റ് AI-യുടെ ഒരു കാര്യത്തിൽ ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഞങ്ങളുടെ സ്റ്റൈലിനെയോ അല്ലെങ്കിൽ കഥ പറച്ചിലിൻ്റെ രീതിയെയോ ഒന്നും മാറ്റിമറിക്കാതെ നമ്മൾ വളരെ മെക്കാനിക്കലായിട്ട് ചെയ്യേണ്ട കുറേ ജോലികളുണ്ട് ഈ പ്രോസസ്സിൽ. ഇപ്പോൾ ഇനീഷ്യൽ റിസർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഗൂഗിളിൽ ഇരുന്ന് റിസർച്ച് ചെയ്ത് അവിടുന്ന് ഇവിടുന്ന് കുറേ സമയമെടുത്ത് പിൻട്രസ്റ്റിലൂടെയും മറ്റെവിടെയൊക്കെ സഞ്ചരിച്ച് കണ്ടെത്തുന്ന കുറേ കാര്യങ്ങളിൽ ഇനീഷ്യൽ കോൺസെപ്റ്റ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ കൺസെപ്റ്റ് ആർട്ട്, ഇതിനൊക്കെ ഇൻസ്പിറേഷൻസ് ആയിട്ട് നമുക്ക് AI ടൂളുകൾ ഉപയോഗിക്കാറുണ്ട്. ഇപ്പം നമ്മളൊരു വലിയൊരു ടീം, ഒരു 30 50 ആളുകളുള്ളൊരു ടീമിലോട്ട് പെട്ടെന്നൊരു മെസ്സേജ് പാസ് ചെയ്യാൻ ഇങ്ങനെ ഇത് വെച്ചിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡെക്ക്, ഇനീഷ്യൽ പിച്ച് ഡെക്ക് പോലെയുള്ള കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാറുണ്ട്. പിന്നെ അതേപോലെ ഈ
വലിയൊരു ക്രൗഡിനെയൊക്കെ അനിമേറ്റ് ചെയ്യണം. ഇപ്പം നമ്മൾ ഈ സിനിമകളിലൊക്കെ ആ ഒരു പാർട്ട് ഉണ്ടാവാറുണ്ട്, ഈ ഹിസ്റ്റോറിക്കൽ സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള. അപ്പം ഇതെല്ലാം ഓരോ അനിമേറ്റർ ഇരുന്ന് ഓരോ ക്യാരക്ടറിനെയും ചെയ്തു പോകുക എന്നുള്ളത് വളരെ വേസ്റ്റ് ഓഫ് ടൈമാണ്. അതിൽ ഒരു ക്രിയേറ്റീവ് എലമെൻ്റ് ഒന്നും ഇനി ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ ഒരു ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഹൈ കിട്ടേണ്ട ഒരു കാര്യങ്ങളും ഇല്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം നമ്മൾ ഈ ക്രൗഡ് അനിമേഷനോ അല്ലെങ്കിൽ അങ്ങനെ വളരെ റിപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ നമുക്ക് ഈ ടൂൾസ് വെച്ച് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ കീ പ്ലെയേഴ്സ് ഉണ്ട്, അനിമേറ്റേഴ്സും ആർട്ടിസ്റ്റുകളും ആർട്ട് ഡയറക്ടേഴ്സും ഒക്കെ ആയിട്ടുള്ള ആളുകൾക്ക് അവർ വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ട കുറേ എലമെൻറ്റിലോട്ട് അവരുടെ ശ്രദ്ധ കൊടുക്കാനും അതിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ പറ്റും. അപ്പോൾ ഞാൻ ഇതിനൊക്കെ കാണുന്നത് വളരെ പോസിറ്റീവായിട്ടാണ്. അതിന് ഒരു അൺഎത്തിക്കൽ യൂസിലോട്ട് എത്താതെ നമ്മളതിനെ ബ്ലെൻഡ് ചെയ്തിട്ട് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കുകയും, പക്ഷേ അതേസമയം നമ്മളൊരു ആർട്ടിസ്റ്റിനെ ഇപ്പോൾ സ്റ്റുഡിയോ ഗിബ്ലി പോലെയുള്ള ആ ഒരു ശൈലീനെ മൊത്തം കോപ്പി അടിക്കുന്ന രീതിയിലോട്ട് അതിനെ യൂസ് ചെയ്യുന്ന അങ്ങനെയുള്ള പ്രാക്ടീസിലോട്ട് പോവാതെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ശൈലിയെ എളുപ്പത്തിൽ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ടൂളായിട്ടൊക്കെ യെറ്റ് അനദർ ടൂൾ ആയിട്ട് ഉപയോഗിക്കാം. പക്ഷെ അതിലൊരു നമുക്ക് തന്നെ ഒരു കൺട്രോൾ വേണം എന്നുള്ളതാണ്. കല്യാണി എങ്ങനെയാണ് ഒരു ടെക്ക് എങ്ങനെയാ ഉപയോഗിച്ചത് പറഞ്ഞു, എങ്ങനെയാണ് അതിൻ്റെ സാധ്യതകൾ വേറെ എന്തെങ്കിലും രീതിയിൽ ഇപ്പം കാണുന്നുണ്ടോ, ഇനി കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ നോക്കുന്നുണ്ടോ? ഞാൻ കുറച്ച് പഴയ രീതിയിൽ ഇപ്പം എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറയും, "നീ ഒരു വസന്തമാന്ന്" പറയും. കാരണം ഞാൻ എപ്പോഴും പണ്ടത്തെ കാര്യങ്ങൾ പിന്നെയും പിന്നെയും പറയുമ്പോഴും ഞാൻ പണ്ട് ഇങ്ങനെയായിരുന്നു അതിനെ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇപ്പോൾ കുറച്ച് കുറവാണ്. അതൊന്ന് എക്സ്പ്ലോർ ചെയ്യും. കാരണം അതിലോട്ട് എന്താ പറയുക, ടെക്നോളജി എങ്ങനെ എൻ്റെ ഇതിനകത്തോട്ട് കൊണ്ടുവരണം എന്നുള്ളത് ഞാൻ ഈ 2 സ്പേസസിൽ കൂടെ മാത്രമേ ഇപ്പം ചിന്തിക്കുന്നുള്ളൂ. കാരണം അനിമേഷൻസ് പോലും ഞാൻ ആദ്യം ഈ കഥ പറഞ്ഞ് ഇൻസ്റ്റഗ്രാമിലിടുമ്പോൾ ചെറിയ ചെറിയ അനിമേഷൻസ് ചെയ്യുമായിരുന്നു. അത് ഞാൻ തന്നെ ചുമ്മാ കുറേ ഇമേജ് ഒക്കെ എടുത്ത് വെച്ച്, കാരണം അത്രയും മതി, അത്രയും മനസ്സിലാക്കിയാൽ മതി അവർ എന്നുള്ള രീതിയിൽ വളരെ ചെറുതായിട്ട്. ഇപ്പം ഞാൻ അതും ചെയ്യുന്നില്ല. അപ്പം അങ്ങനെ അനിമേഷൻസ് ചെയ്യുന്നില്ല, വേറെ പ്ലാറ്റ്ഫോംസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. കാരണം ഞാൻ ടെക്നോളജിയിലോട്ട് വരുന്നത് ഇതിനെ അങ്ങനെ ആ രീതിയിൽ എക്സ്പ്ലോർ ചെയ്യുന്നത് കുറവാണ്. പിന്നെ ഭാവിയിൽ ഇതിനെ ടെക്നോളജിയിലോട്ട് കൊണ്ടുവരാനുള്ള സാധ്യതകൾ ചിലപ്പോൾ നിങ്ങൾക്കായിരിക്കും പറയാൻ പറ്റുന്നത്. അതും നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ്. ഞാനിപ്പോൾ എന്തായാലും പണ്ടത്തെ കാര്യങ്ങളും പണ്ടെങ്ങനെയായിരുന്നു എന്നുള്ള രീതിയിൽ അത് കുട്ടികളിലോട്ട് ആ ഒരു ഇതാണ് ഞാനിപ്പോൾ കൂടുതലും ശ്രമിക്കുന്നത്. ജിൻസിൻ്റെ കേസിൽ ഇപ്പം ഞാൻ ഫോട്ടോഗ്രാഫിയിൽ ഇപ്പം എല്ലാവരും ഫോട്ടോഗ്രാഫർമാരാണ്. ഇപ്പോൾ ഫോർ ഇൻസ്റ്റൻസ് കൾച്ചറൽ ഫോട്ടോഗ്രാഫി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും ഇൻസ്റ്റഗ്രാമിലും തെയ്യമുണ്ട്, അല്ലെങ്കിൽ എന്താ ഫെസ്റ്റിവൽസ് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ലാൻഡ്സ്കേപ്പിൻ്റെ ചേഞ്ച് എങ്ങനെയാണ് ഇതാക്കിയിട്ടുള്ളത്. അപ്പം മാറിയത് ജിൻസിനെ എങ്ങനെയാണ് ഒബ്സർവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫി എന്നുള്ള ഒരു പെർസ്പെക്റ്റീവിൽ, അല്ലെങ്കിൽ എന്താ അതിൻ്റെ ഒരു നുവാൻസ് ക്യാപ്ചർ ചെയ്യുന്നതിൽ അതിൽ ഇപ്പം നേരത്തെ ഇപ്പം തെയ്യത്തിൻ്റെ കേസിലാണെങ്കിൽ ഇപ്പം എല്ലാവരും പോയിട്ട് ആ സ്പേസിനൊക്കെ ഡിസ്റെസ്പെക്ട് ചെയ്ത് ആകെ എന്താ പറയുക ബാൻ ചെയ്യണം ഫോട്ടോഗ്രാഫി തന്നെ ബാൻ ചെയ്യണം എന്നുള്ളൊരു ലെവലിലൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പം ആ ഒരു പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് ഇപ്പം ടെക്നോളജി സ്പെസിഫിക് ആയിട്ടാണെങ്കിൽ പ്ലാറ്റ്ഫോംസ് ലൈക്ക് ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ ആൾക്കാർ കൂടുതൽ അഗെയിൻ വിഷ്വൽ ആവുകയാണ്. അപ്പം ആ ഒരു ചേഞ്ച് എങ്ങനെയാണ് ജിൻസിന് ഫീൽ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നുള്ളത് ജിൻസിന് തോന്നുന്നത്, അല്ലെങ്കിൽ അല്ല, ഒരു 10 വർഷം മുമ്പൊക്കെ ഞാൻ ഫോട്ടോഗ്രാഫി കാറ്റഗറിയിലേക്ക് സ്വിച്ച് ചെയ്യാണ് ഒരു സക്സസ്ഫുള്ളി ഓടിക്കൊണ്ടിരുന്ന ഒരു എഞ്ചിനീയറിംഗ് ജോലിയിൽ നിന്ന് മാറുകയാണെന്ന് ഇതൊരു എന്താ ഇറ്റ്സ് ഡൈയിങ് ഇൻഡസ്ട്രി, അങ്ങോട്ട് പോകരുത് എന്ന് പറഞ്ഞെടുത്തു നിന്ന് ഇപ്പം ഇൻസ്റ്റഗ്രാമും ബാക്കി പ്ലാറ്റ്ഫോംസും, അന്ന് ഇൻസ്റ്റഗ്രാം ഉണ്ട്, അന്നും ഇൻസ്റ്റഗ്രാം ഒക്കെ ഉണ്ട്, പക്ഷെ അതൊരു ഫോട്ടോ ഷെയറിങ് പ്ലാറ്റ്ഫോം മാത്രമായിരുന്നു. അപ്പോൾ ഇതിനെയും കൂടിക്കൊണ്ടിരിക്കുക. കാരണം ഒന്ന്, നമ്മളുടെ ചുറ്റുമുള്ള എല്ലാ സാഹചര്യങ്ങളും വളരെ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരിലേക്കും ഇന്ത്യയിലാണല്ലോ അല്ലെങ്കിൽ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ഇൻ്റർനെറ്റ് യൂസേഴ്സ് ഉള്ളതും. അപ്പോൾ ആ മീഡിയം വിഷ്വൽ സാധനങ്ങൾ ഇങ്ങനെ ഒരുപാട് വന്നുകൊണ്ടിരിക്കും. അതിൽ നമ്മളുടെ ലാംഗ്വേജ് എന്താണ് എന്നൊരു സാധനം മുമ്പേ നമ്മളെ എന്തിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, എന്താണ് നമ്മുടെ അജണ്ട എന്നുള്ള സാധനത്തിനകത്ത് എപ്പോഴും ഓഡിയൻസ് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. തെയ്യം 1000 പേരെടുത്താലും ഒരു പക്ഷേ ഒരു സ്റ്റൈൽ അല്ല ഒരു കൾച്ചറിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന പോലെ അങ്ങനത്തെ ഒരു ഫോട്ടോഗ്രാഫർ എടുക്കുമ്പം അങ്ങനെ അദ്ദേഹത്തിനൊരു സിഗ്നേച്ചർ വരുമല്ലോ. അപ്പോൾ ആ ഒരു വ്യത്യാസം എപ്പോഴും ഉണ്ടാവും. ഒരു പക്ഷേ ഓഡിയൻസ് കുറവായിരിക്കാം. എസ്തെറ്റിക് കോണ്ടൻറ്റിന് ഇമേജ് ആയാലും വിഷ്വൽ ആയാലും മാസ് ഓഡിയൻസ് വളരെ കുറവാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്.
എല്ലാ ഇതിലുണ്ട്. ഒരുപാട് എസ്തെറ്റിക്സും ഒരുപാട് അബ്സ്ട്രാക്ഷനും ഒക്കെ ഉള്ള കണ്ടന്റ് നമ്മൾ ആൾക്കാരെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഇപ്പം എല്ലാം ഇതെല്ലാം നമ്മൾ റീച്ച് വെച്ചിട്ട് മെഷർ ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് ഈ പറയുന്ന ചർച്ചകളുള്ളൂ. ഇല്ല എങ്കിൽ അങ്ങനെ ഒരു ചർച്ചയില്ല. കാരണം എല്ലാവരും ഫോട്ടോഗ്രാഫേഴ്സാണ്, എല്ലാവർക്കും കോണ്ടന്റ് ഉണ്ടാക്കാൻ അറിയാം. പക്ഷെ അവിടെയും എല്ലാവരുടെയും രീതി വ്യത്യസ്തമാണ്. സീരിയസ് ആയിട്ട് കോണ്ടന്റ് ഉണ്ടാക്കുന്നവർക്ക് എന്നും ആ ഒരു പൊസിഷൻ ഉണ്ടാവും തന്നെ വിശ്വസിക്കുന്ന ആളാണ്. ഇപ്പോൾ AI വന്നപ്പോഴും ഒരുപാട് AI ടൂൾസ് നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് വന്ന ഏറ്റവും വലിയ വ്യത്യാസം എൻ്റെ പ്രീ പ്രൊഡക്ഷൻ ഭയങ്കര എളുപ്പമായി, അല്ല റിസർച്ച് എളുപ്പമായി. പ്രീ പ്രൊഡക്ഷൻ ഒരാഴ്ച എടുക്കുന്നതൊക്കെ ഒരു 2 ദിവസം കൊണ്ടൊക്കെ നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ പ്രീ പ്രൊഡക്ഷന് പ്രസൻറ്റ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ്, അല്ലെങ്കിൽ ഒരു ക്ലയൻറ്റിനെ ഒരു സാധനം കൺവിൻസ് ചെയ്യണമെങ്കിൽ വരുന്ന ജനറേറ്റ് ചെയ്യുന്ന ഇമേജസ്, ഒരു ട്രയൽ അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് കോപ്പി എന്ന് പറയുന്ന സാധനം നമുക്ക് ആദ്യമേ കാണിക്കും, ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് അനുഭവം ഉണ്ടായത്, ഒരു ടെക്സ്റ്റൈൽ ബ്രാൻഡിന് വേണ്ടി ഒരു ഫോട്ടോഷൂട്ട് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാമ്പയിനാണ്, പ്രിൻറ്റ് ക്യാമ്പയിനാണ്. ക്ലയൻറ്റ് ചോദിക്കുന്നത് ഇത് AI ജനറേറ്റഡ് ആണോ എന്ന് ഫൈനലി ഷൂട്ടെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പം. കാരണം നമ്മൾ അത്രയും അങ്ങ് പോളിഷ് ചെയ്തതിനെ. അപ്പം ഈ ടെക്സ്റ്റൈൽ അഡ്വർടൈസ്മെൻറ്റിനൊക്കെ കുറച്ച് ഹോർഡിങ്ങിലൊക്കെ വരുന്നത് കൊണ്ട് തന്നെ അതിന് വേറൊരു ട്രീറ്റ്മെൻറ്റൊക്കെ നമ്മൾ ദൂരെ നിന്ന് കാണുന്ന പടമായതുകൊണ്ട് റീടച്ചൊക്കെ ഭയങ്കര സ്കിന്നൊക്കെ ഭയങ്കര പ്ലാസ്റ്റിക് പോലെ ഇരിക്കുകയും സാരിയിലൊന്നും ഒരു ചുളുക്കം പോലെ ഇല്ലാതിരിക്കുകയും ചെയ്യും. അപ്പം അന്നേരം എനിക്ക് മനസ്സിലായി, ഇനി അടുത്ത പ്രാവശ്യം ഞാൻ ചെയ്യുമ്പോൾ കുറച്ച് ഇംപെർഫെക്ഷൻസ് അവിടെ മാറ്റി വെക്കണം, ഇല്ലെങ്കിൽ ആ റിയലിസം നമുക്ക് നഷ്ടപ്പെടും. അപ്പം അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ കണ്ടെത്തണം. തെയ്യം പോലത്തെ കലാരൂപങ്ങൾ, ഇപ്പോൾ തെയ്യത്തിൽ ഫോട്ടോഗ്രാഫി ബാൻ ചെയ്തു. എനിക്ക് അടുത്ത മാസത്തെ തെയ്യത്തിൻ്റെ കുറേ ലിസ്റ്റ് കിട്ടിയപ്പോൾ അതിനകത്ത് ചില തെയ്യങ്ങളിൽ ഫോട്ടോഗ്രാഫി ഈസ് കംപ്ലീറ്റ്ലി ബാൻഡ്. അങ്ങനത്തെ റെസ്ട്രിക്ഷൻസ് നമ്മൾ കൊണ്ടുവരേണ്ടടുത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യണം. അത് നമ്മൾ മുന്നോട്ട് വെക്കേണ്ട കാര്യങ്ങളാണ്. കാരണം എല്ലാം ഫോട്ടോ എടുക്കാനുള്ളതല്ല. ഞാൻ പലതും എൻ്റെ കൂടെ അസിസ്റ്റ് ചെയ്യുന്ന പിള്ളേരുടെ പറഞ്ഞു, എല്ലാ മൊമെൻറ്റും ഫോട്ടോ എടുക്കണം നിർബന്ധമൊന്നുമില്ല. ചില മൊമെൻറ്റ് കണ്ടു കഴിഞ്ഞാലും മതി. അത് പിന്നീട് വന്നെടുക്കുമോ, അല്ലെങ്കിൽ നിനക്ക് ആദ്യം നീ കാണും, എന്നിട്ടാണ് ബാക്കി ചെയ്യാൻ പറ്റുക. അല്ലാതെ എല്ലാ മൊമെൻറ്റും ഡോക്യുമെൻ്റ് ചെയ്യണം എന്നൊരു കൾച്ചർ പോയി നമ്മളുടെ ഒരു ഡിജിറ്റൽ മീഡിയയുടെ ഒരു അതിപ്രസരം എന്ന് തന്നെ പറയണം. പക്ഷെ അതിനെ ഡിഫെൻഡ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. നമ്മളുടെ ഇപ്പം ആർപ്പോ പോലത്തെ ഓർഗനൈസേഷൻസ് എന്താണ് നമ്മളും ചെയ്യുന്നത് ആർക്കൈവിംഗ് ആണ്. ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ അതെന്തിനു വേണ്ടി ചെയ്യുന്നു, അതിനുവേണ്ടി നമ്മൾ നിൽക്കാൻ ശ്രമിക്കുക. റെസ്ട്രിക്ഷൻസ് വേണ്ടിടത്ത് റെസ്ട്രിക്ഷൻസ് വെക്കുക. അത് കറക്റ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക. പിന്നെ ടെക്നോളജി നമ്മൾ കൂടെ കൊണ്ട് നടക്കണം. അത് അങ്ങനെ തന്നെയാണ് അതിൻ്റെ രീതി. ഫൈനൽ ഞാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് തരുന്നതിന് മുമ്പ് ഫൈനൽ ഒരു സാധനം, ഈ കൾച്ചർ എന്നുള്ള ആംഗിളിലേക്ക് വരാം. പലപ്പോഴും ഇപ്പം അസീമിൻ്റെ കേസിലാണെങ്കിൽ, ഇപ്പം നിങ്ങളിപ്പോൾ ഒരു കേരളമായിട്ട് ബന്ധപ്പെട്ടൊരു സാധനം ചെയ്യുകയാണ്. പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളൊരു ചാലഞ്ച് എന്ന് പറഞ്ഞാൽ റിസർച്ചിൻ്റെ ഒരു ഇതായിരിക്കും. ചിലപ്പോൾ ഒരു എന്താ പറയുക, നമ്മുടെ പല മൂവീസും കണ്ടിട്ടുണ്ട്. ചിലപ്പം ഒരു 1500s മൂവി ആയിരിക്കും, പക്ഷേ ഡ്രസ്സിങ് കംപ്ലീറ്റ്ലി ചിലപ്പോൾ അതൊരു കേരള സ്റ്റൈലായിരിക്കില്ല, അല്ലെങ്കിൽ അത് വേറെ ഏതെങ്കിലും നാട്ടിലെ സ്റ്റൈലായിരിക്കും. ആ സമയത്ത് ആൾക്കാർ ഇതാക്കിയിട്ട് ചിലപ്പം ഞാൻ തന്നെ ഒരു പോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇല്ലസ്ട്രേഷൻ എന്ന് പറയുന്നത്, നമ്മൾ ഇത് വരച്ചിട്ട് ഒരു ഹിസ്റ്റോറിയൻ അയച്ചു കൊടുത്തപ്പോഴാണ് ഇവരിങ്ങനെയല്ല, ഇവരിതായിരുന്നു ഇടാറുണ്ടായിരുന്നത്, അവരുടെ പാറ്റേൺ ഇങ്ങനെയല്ല, അവരുടെ മുടി ഇങ്ങനെയായിരുന്നു, ഇതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ ലെവൽ ഓഫ് റിസർച്ച് നിങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ ചെയ്യുന്നത്? എസ്പെഷ്യലി കൾച്ചർ ആയിട്ട്. ഇപ്പം ലോക്കയുടെ കേസിലാണെങ്കിലും അതുപോലെ തന്നെ ഇപ്പം ബ്രഹ്മയുഗത്തിൻ്റെ കേസിലാണെങ്കിലും, പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സൈഡിൽ ഒരു ഇൻ്റർനാഷണൽ സാധനം ഉണ്ട് നിങ്ങൾക്ക്, ഇവിടെ ഒരു ഭയങ്കര ഒരു ലോക്കൽ എന്നുള്ള രീതിയിൽ സ്റ്റോറി ടെല്ലിങ്ങും അല്ല ഒരു ഡിസൈൻ സ്റ്റൈലൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു കൾച്ചറിലേക്ക് കൊണ്ടുവരുന്ന പറയുന്നത് എവിടെയാണ് ആ ബാലൻസ് പിടിക്കുന്നത്, എങ്ങനെയാണ് ആ റിസർച്ച് ചെയ്യുന്നത്, ആ ഒരു കൾച്ചർ എന്നുള്ള ഫാക്ടറിനെ എങ്ങനെയാണ് നിങ്ങളെ വർക്കിൽ കൊണ്ടുവരുന്നത്? ഞങ്ങൾ എപ്പോഴും ഞങ്ങളുടെ വർക്കിൽ പറയാറുള്ളൊരു കാര്യം, നമുക്ക് ആ പ്രീ പ്രൊഡക്ഷൻ, പ്രൊഡക്ഷൻ, പോസ്റ്റ് പ്രൊഡക്ഷൻ അങ്ങനെയാണ് മൂന്ന് ഇതായിട്ടാണ് നമ്മൾ അനിമേഷൻ ഈ ഫയൽ സ്ട്രക്ചർ തന്നെ കീപ്പ് ചെയ്യുന്നത്, നമ്മുടെ പ്രൊഡക്ഷൻ മാനേജർ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രീ പ്രൊഡക്ഷനിലാണ് എപ്പോഴും നമുക്ക് സമയം വേണ്ടതെന്ന് എല്ലാവരോടും പറയാറുണ്ട്. പ്രീ പ്രൊഡക്ഷൻ്റെ ഭാഗത്തിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ക്രിയേറ്റീവ് ഡയറക്ടർ തന്നെ ഇരുന്ന് ഫ്രം സ്ക്രാച്ച് റിസർച്ച് ചെയ്ത് ഓരോന്നും കണ്ടുപിടിക്കാനുള്ള സമയം എപ്പോഴും നമുക്കുണ്ടാവില്ല. അപ്പോൾ പക്ഷേ അതെന്തായാലും ആവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ ഒന്നെങ്കിൽ നമ്മൾ ഇനീഷ്യൽ ഒരു കാര്യത്തിൽ നമ്മളിപ്പോൾ ഇൻഹൗസ് പ്രൊഡക്ഷൻ അല്ലാതെ ഞങ്ങളുടെ സ്വന്തം ഒരു IPO ഒന്നും അല്ലാതെ ഇരിക്കുന്ന സമയത്ത് ക്ലയൻറ്റിൻ്റെ അടുത്ത് നിന്നുള്ള മെറ്റീരിയൽ അത്രത്തോളം നമ്മൾ വാങ്ങും. അതിൽ ഒരു മടിയും കാണിക്കേണ്ട, ഉള്ള ഫയൽ മൊത്തം അയച്ചോ അല്ലെങ്കിൽ ഹാർഡ് ഡിസ്ക് അയച്ചോ എന്ന് പറഞ്ഞ് അവർ ഒരു റിസർച്ച് നടത്തിയിട്ടുണ്ടാവും. ഇപ്പോൾ സിനിമയിലൊക്കെ ആണെങ്കിൽ അവർ നമ്മളെക്കാൾ എത്രയോ മുന്നേ ഇതിൻ്റെയൊക്കെ റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തി അതിൻ്റെ ഒരു ഡെക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് നമ്മൾ ആദ്യം അവരുടെ അടുത്ത് നിന്ന് വാങ്ങും. ലോഗയുടെ കാര്യത്തിൽ ഒരു AI വിഷ്വലൈസർ അവരുടെ ടീമിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പം
അവർ മാസങ്ങളോ വർഷങ്ങളോ എടുത്തിട്ടുള്ള മെറ്റീരിയൽ നമ്മൾ വാങ്ങുകയും അതിൽ അപ്പുറത്ത് നമുക്ക് എന്ത് ക്രിയേറ്റീവ്ലി എന്ത് കൊണ്ടുവരാൻ പറ്റും. ചിലപ്പോൾ അവരുടെ ഡാറ്റ മാത്രമായിരിക്കും കളക്ട് ചെയ്തിട്ടുണ്ടാവുക. അതും വളരെ അത്ര ക്ലാരിറ്റിയിൽ ഉള്ള ഇമേജസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ആ വിഷ്വൽ റെപ്രസെൻറ്റേഷൻ ആയതുകൊണ്ട് നമ്മൾ അവരിൽ കിട്ടുന്ന അത് വെച്ചിട്ട് നമ്മൾ കുറച്ച് ഡീപ്പായിട്ട് പോകും. അപ്പോൾ അതിനൊരു ടീം സെറ്റപ്പ് ചെയ്യും. നമ്മൾ ഈ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ സോഴ്സിലുള്ള നമ്മുടെ നെറ്റ്വർക്കിലുള്ള ഇതുമായി ബന്ധപ്പെട്ട ആളുകളിലോട്ട് നമ്മൾ വിളിച്ച് ചോദിക്കുകയോ അവരെ പോയി കാണുകയോ അങ്ങനത്തെ അവരുടെ അടുത്ത് നിന്നുള്ള മെറ്റീരിയൽസ് കളക്ട് ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ ഈ കൾച്ചറിൻ്റെ കാര്യത്തിൽ നമുക്ക് ഒരു കാരണവശാലും അതിൽ അബദ്ധങ്ങൾ വരാതിരിക്കണം എന്നുള്ളൊരു ഒരു നിർബന്ധം നമുക്കുണ്ട്. കാരണം നമ്മളത്രയും ലേസി ആയിട്ട് ചെയ്തത് കൊണ്ടാണ് ഇതിങ്ങനെ ആയിപ്പോയതെന്ന് പിന്നെ കേൾക്കേണ്ടി വരാൻ പാടില്ല. അപ്പോൾ ഓരോ സമയത്തും ഇത് ക്രോസ് ചെക്ക് ചെയ്യും. ഇപ്പോൾ ലോകയുടെ മൂവി ആ ഓപ്പണിംഗ് സീക്വൻസ് കണ്ടവർക്ക് ചിലപ്പോൾ മനസ്സിലാവും. അതിൽ നമ്മുടെ ഐതിഹ്യമാലയിലെ പല ക്യാരക്ടേഴ്സും വന്നും പോയും ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് അവർ തന്ന ഒരു മൈൽ സ്റ്റോൺ ഇതുണ്ട്, ഒരു ഹാപ്പനിങ്സ് ഉണ്ട്. നമ്മുടെ ആ സ്റ്റോറി മൊത്തം ആ വേൾഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് ആ സിനിമ കാണാൻ തുടങ്ങുന്ന ആ ഇനീഷ്യൽ മൊമെൻറ്റിൽ ആദ്യത്തെ കുറച്ച് സമയത്തിനുള്ളിൽ ആളുകൾ ഇതൊരു സാധാരണ സിനിമ അല്ല, ഇതൊരു വലിയ ലോകം തുറന്ന് കാണപ്പെടുകയാണ് എന്നുള്ള ഈ ഫീൽ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ അതിൽ ഒരുപാട് മൈൽ സ്റ്റോൺസിൽ സെലക്റ്റഡ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് വെച്ചിട്ടാണ് നമ്മളതിനെ ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ആദ്യത്തെ പ്രോസസ്സ് അത് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് അവരടുത്ത് സെലക്ട് ചെയ്യുക. ഏതൊക്കെ 26 ഫ്രെയിംസ് ആണ് വേണ്ടത്, അത് ഏതൊക്കെയാണ് സെലക്ട് ചെയ്യലായിരുന്നു ആദ്യത്തെ പ്രോസസ്സ്. അപ്പോൾ ഞങ്ങൾ സെലക്ട് ചെയ്തതിൽ നിന്ന് ചിലത് അവർ മാറ്റി, ഡയറക്ടർ ഡൊമിനിക് ബ്രോ അത് മാറ്റിയിട്ട് 26 എന്നിട്ട് അടുത്ത സ്റ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇത് തംബ്നെയിൽ സ്റ്റോറി ബോർഡ് വരയ്ക്കുകയാണ്. ഓരോന്നിനും വളരെ റഫായിട്ടുള്ള സ്കെച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതും മറ്റേതും തമ്മിൽ ഇവർ കണക്ട് ചെയ്തിട്ട് അതിലെന്തെങ്കിലും മിസ്സിങ് ഉണ്ടെങ്കിൽ ആ റഫിൽ നിന്ന് തന്നെ അവർ ഇപ്പം ഞാൻ പറഞ്ഞ ഒരു ഡയറക്ടറുടെ വിഷൻ്റെ ഒരു വലുപ്പമാണ് ഞാൻ പറയുന്നത്. ഈ ക്യാരക്ടർ ഇവിടെയും ആ ക്യാരക്ടർ അങ്ങനെയല്ല വേണ്ടത്, ഈ ക്യാരക്ടറിൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു എലമെൻ്റ് ഓഫ് സംഭവം ഉണ്ട് എന്നൊക്കെ പറഞ്ഞു തരാൻ പറ്റുന്ന അത്രയും വലിയ റിസർച്ച് അവർ നടത്തിയിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് താഴോട്ട് പോകരുത്, ഇവർ പറഞ്ഞതിനെ നെക്സ്റ്റ് ലെവലിലോട്ട് എത്തിക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് ലേ ഔട്ട് ചെയ്യുന്നത്. ഈ തംബ്നെയിൽ സ്റ്റോറി ബോർഡിനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് ആ ലേ ഔട്ടിൽ ഫ്രെയിമിങ് എങ്ങനെയാണ്, ഈ ക്യാരക്ടറിന് എത്ര ഇമ്പോർട്ടൻസ് ഉണ്ട്, മറ്റ് ക്യാരക്ടേഴ്സ് ഏത് പൊസിഷനിൽ നിൽക്കണം, എന്നാലും കഥയുടെ ആ ഒരു സ്വഭാവം മാറിപ്പോകാൻ പാടില്ല, അതിൽ ചെറിയ അനിമേഷൻ ചെയ്യാൻ പറ്റണം. ഇപ്പം എവിടെയെങ്കിലും വെച്ചിട്ട് നമുക്ക് ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു സിനിമാറ്റിക് ആയിട്ടുള്ള വ്യൂ കൊണ്ടുവരണം. അപ്പം അതൊക്കെ ഈ ലേ ഔട്ടിൽ ചെയ്ത് അതും അപ്രൂവൽ എടുക്കും. അപ്പോഴും ചില കാര്യങ്ങൾ ഇവർ പിടിക്കും. ഞങ്ങൾക്ക് സമയമില്ല, പെട്ടെന്ന് കളറിലോട്ട് പോകണം, ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കഴിഞ്ഞിട്ട് വേണം കളറിലോട്ട് പോകാൻ. അപ്പം ഇത് ജസ്റ്റ് കൊടുത്ത് അടുത്തതിന് അല്ല ഇത് ഇങ്ങനെയല്ലല്ലോ നമ്മൾ കഴിഞ്ഞ വേർഷനിൽ പറഞ്ഞതെന്ന് പറയുന്ന അത്രയും സൂക്ഷ്മത ഈ ഡയറക്ടറിനും മറ്റേ DOP നിമിഷ് ബ്രോക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾക്ക് അങ്ങനെയുള്ള ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഉള്ളൊരു ഗുണം എന്ന് വെച്ചാൽ നമ്മളറിയാതെ ഈ റിസർച്ച് ചെയ്തു പോവും. വേറെ വഴിയില്ല. നമ്മളെ അടുത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് വരാതിരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണെന്നുള്ളത് കൊണ്ട് അപ്പോൾ അതിനുള്ള അവൈലബിൾ റിസോഴ്സ് മൊത്തം ചെയ്യും. അപ്പോൾ അതിലും ഈ കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ പഴയ കാലഘട്ടത്തിലുള്ള വേഷവിധാനങ്ങളും അവരുപയോഗിക്കുന്ന കിരീടങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത്, അപ്പം പ്രീ പ്രൊഡക്ഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ റിസർച്ചിന് അത്രത്തോളം നമ്മൾ പ്രാധാന്യം കൊടുക്കാറുണ്ട്. അനിമാറ്റിക്സ് എന്നുള്ളൊരു വേർഷൻ ഉണ്ട്, സ്റ്റോറി ബോർഡിൻ്റെ വീഡിയോ വേർഷൻ. ആ അനിമാറ്റിക്സ് അല്ലെങ്കിൽ 3Dയിൽ ചെയ്യുമ്പോൾ പ്രീ വിഷ്വലൈസേഷൻ, പ്രീവിസ് എന്ന് പറയും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സെറ്റാണെങ്കിലേ ഞങ്ങൾ പ്രൊഡക്ഷനിലോട്ട് പോവുള്ളൂ. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പം ഒരു ടോട്ടൽ പ്രൊഡക്ഷൻ ഒരു 5 months ആണെങ്കിൽ 2.5 months മേ ബി വി വുഡ് ബി വർക്കിംഗ് വിത്ത് ദ പ്രീ പ്രൊഡക്ഷൻ പ്രോസസ്. കല്യാണിയുടെ ഒരു സ്റ്റോറീസിൻ്റെ റിസർച്ച് എങ്ങനെയാണ്? ഇപ്പം ഒരുപാട് കഥകൾ കണ്ടെത്തുന്നുണ്ട്, എങ്ങനെയാണ്, എവിടെ പോയാണ് തേടിയിട്ടുള്ളത്? ഫോർ ഇൻസ്റ്റൻസ് ഞങ്ങൾക്കിപ്പോൾ ഒരു പ്രൊജക്റ്റ് ഉണ്ട്, നിങ്ങളൊന്ന് ചെക്കൗട്ട് ചെയ്യേണ്ട സാധനമാണ് ലോർ കീപ്പേഴ്സ് എന്നാണ് പറയുന്നത്. നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മളെ കൾച്ചറിൽ ഐഡൻറ്റിഫൈ ചെയ്തൊരു പ്രോബ്ലമാണ് നമ്മുടെ മുത്തശ്ശിമാരുടെ കഥകളൊക്കെ നഷ്ടപ്പെടുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞ എല്ലാവരും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നിങ്ങളുടെ ചുറ്റുപാടുള്ള കഥകളുണ്ടെങ്കിൽ ജസ്റ്റ് മൊബൈൽ ഫോണിൽ ഷൂട്ട് ചെയ്ത് അയച്ചു തരിക. പിന്നെ ഞങ്ങൾ തന്നെ സ്റ്റാഫ് പോയി കളക്ട് ചെയ്ത് ഏകദേശം 1800 കൂടുതൽ കഥകൾ നമ്മളങ്ങനെ വീഡിയോ ആയിട്ട് ഇത് വെച്ചിട്ടുണ്ട്. പക്ഷേ കഥ ആക്ച്വലി നമുക്ക് അതിലൊരു 5% കഥകളുള്ളൂ.
കൂടുതൽ പാട്ടുകളാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ കഥ സെർച്ച് ചെയ്യുന്ന പറയുന്നത് ഞങ്ങൾ തന്നെ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് കണ്ട സാധനം. എങ്ങനെയാണ് ആ ഒരു തെരഞ്ഞു പോകലിൻ്റെ ഒരു അനുഭവം? അതെനിക്ക് ഇപ്പം ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം എനിക്കിപ്പം അമ്മുമ്മയുടെ അടുത്തുന്നുള്ള കഥകളാണ് എനിക്കിപ്പോൾ കൂടുതലും ഉള്ളത്. ഇപ്പം അത് കഴിഞ്ഞാലുള്ള കഥ ഞാനിപ്പം കുറച്ച് പ്രായമായവരെ കണ്ടാൽ ഞാൻ ചോദിക്കാറുണ്ട്. കഥയൊക്കെ അറിയോ? എന്തേലും പണ്ട് കേട്ട കഥകൾ ഓർമ്മയുണ്ടോ? കഥ ഉണ്ടോ ചോദിച്ചു. അതെ, കഥയുണ്ടോ എന്നൊക്കെ ഞാനിപ്പോൾ കുറച്ച് പ്രായമായവരെ കാണുമ്പോൾ ഞാനൊന്ന് ചോദിക്കും. അപ്പോൾ ചിലപ്പോൾ എനിക്ക് കിട്ടാറുമുണ്ട്. അത് പക്ഷേ ഈ പറയുന്ന പോലെ പാട്ടുകൾ കൂടുതൽ അവര് പറയാറുണ്ട്. അണ്ണാനെ പറ്റി ഇങ്ങനൊരു പാട്ടുണ്ടെന്നൊക്കെ. അപ്പൊ ഞാൻ കഥ പണ്ട് ആ നാട്ടിൽ നടന്ന ഇപ്പൊ ഈ ക്രിസ്മസ് വരാറായപ്പോഴത്തേക്കും എനിക്ക് ക്രിസ്മസിനെ പറ്റി കേരളവുമായിട്ട് റിലേറ്റ് ചെയ്ത കഥകള് എനിക്ക് എനിക്ക് കിട്ടുന്നില്ല. അപ്പം ഞാൻ 2, 3 പേരോട് ഇങ്ങനെ ചോദിച്ചു. ക്രിസ്മസും കേരളവും തമ്മിൽ കണക്ട് ചെയ്യുന്ന കഥ എന്തെങ്കിലും അറിയോ? അങ്ങനെ നമുക്ക് കണക്ട് ചെയ്ത് പറയാവോ? അപ്പം ഞാന് ഇതുവരെ തപ്പിയിട്ട് എനിക്ക് അങ്ങനെ ഒരു കഥ ആക്ച്വലി എനിക്കിപ്പം റിസർച്ച് ചെയ്യാൻ അങ്ങനെ കിട്ടിയില്ല. അപ്പം അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഞാന് ഇപ്പം എന്തായാലും എൻ്റെ കയ്യില് കുറച്ച് കുറച്ച് കഥകൾ ഞാൻ ഡോക്യുമെന്റ് ഇപ്പം ഇല്ലെങ്കിൽ പോലും ഭാവിയിൽ എനിക്ക് വരാം. അപ്പം അതിന് ഈ പറയുന്ന പോലെ നിങ്ങൾ ഈ പറയുന്ന പോലെ ഉള്ള ഒരു ആർക്കൈവ് അത് ഡെവലപ്പ് ചെയ്ത് എന്നുവെച്ചാൽ ഞാനെപ്പോഴും പറയും നമ്മുടെ അമ്മൂമ്മമാരുടെ കയ്യിൽ നിന്ന് അതൊരു ട്രഷറാണ്. അവരുടെ കയ്യിലുള്ള കഥകൾ എന്ന് പറയുന്നത്. അതിൽ നമ്മുടെ കൾച്ചർ, നമ്മുടെ ട്രഡീഷൻ അതുപോലെ തന്നെ ഞാൻ മനസ്സിലാക്കുന്ന നമ്മൾ ഈ കേരളവും അതിൻ്റെ കൾച്ചറും ട്രഡീഷനും ഉള്ള കഥകൾ പറയുമ്പം ഒരു വാല്യൂ സിസ്റ്റം ഉണ്ട്. ആ വാല്യൂ സിസ്റ്റവും കൂടെ അടുത്ത ജനറേഷനിലോട്ട് നമ്മൾ പകർന്നു കൊടുക്കുകയാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും കേരളം അതിൻ്റെ കഥകൾ നമ്മുടെ ആ ഒരു വാല്യൂ ആ ഒരു റൂട്ടഡ് ആയിട്ടുള്ള ആ കുറേ വാല്യൂസും കൂടെ നമുക്ക് അടുത്ത ജനറേഷനിലോട്ട് കൊണ്ടുവരാൻ പറ്റും. നമ്മൾ ഇപ്പം ഇന്ത്യയിലെടുത്ത പല സ്റ്റേറ്റ്സിന് അവരുടേതായ കൾച്ചറാണ്. പക്ഷെ തമിഴ്നാട് നമ്മൾ പറയുമ്പോൾ അവർ കൾച്ചർ ട്രഡീഷൻ എന്ന് പോലും പറയില്ല. അവരെല്ലാം തമിഴ് എന്ന് പറയും. തമിഴിനെ പറ്റി അറിയാം, തമിഴിനെ ഫീൽ ചെയ്യാം, കാരണം അവർക്ക് തമിഴ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് അവരുടെ കൾച്ചർ ട്രഡീഷൻ എല്ലാം. പക്ഷെ ഞാൻ ഇപ്പം കാണുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷനിലുള്ള കുട്ടികളിൽ 75% കുട്ടികളും ഇംഗ്ലീഷാണ് പറയുന്നത്. ഞാൻ അനുഭവിക്കുന്ന വേറൊരു ചലഞ്ചാണത്. ഞാൻ പോയി മലയാളത്തിൽ കഥ പറയുമ്പോൾ ചില കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ കുന്നിൻ്റെ മുകളിൽ കുന്നിൻ്റെ ചെരുവിൽ ഇരുന്ന് എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ പറയും അതൊരു ഹില്ലാണ്, അത് മൗണ്ടൻ, അതിൻ്റെ സൈഡിൽ ഇരുന്നിട്ട് കാണുന്നതിനാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നും കൂടി ഞാൻ പറയേണ്ടി വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഞാനിപ്പം ശരിക്കും എന്താ പറയുക, നമ്മൾ മലയാളത്തിൽ നമ്മുടെ കേരളവുമായിട്ട് അവരെ കണക്ട് ചെയ്ത് ആ ഒരു അവരെന്താണ്, നമ്മളെന്തായിരുന്നു, നമ്മളെങ്ങനെയായിരുന്നു എന്നൊക്കെ അറിഞ്ഞ് അവരൊന്ന് റൂട്ടഡ് ആക്കാനും കൂടി വേണ്ടിയിട്ട് ശരിക്കും നമ്മൾ ആ കൾച്ചർ, ട്രഡീഷൻ ഒക്കെ നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. അതിന് കഥകൾ ഒരു മീഡിയം എന്നുള്ള രീതിയിൽ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും അമ്മൂമ്മമാരോടും ഒക്കെ ചോദിച്ച് ആ കഥകൾ അറിയണം. കാരണം ആ ജനറേഷൻ കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കത് മിസ്സാവും, പിന്നെ നമുക്കത് കിട്ടില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഒക്കെ അമ്മൂമ്മമാരോടും അല്ലെങ്കിൽ അച്ഛനോടും അമ്മയോടും ഒക്കെ ഒന്ന് ചോദിക്കുക, ഓരോ എന്തൊക്കെ അറിയായിരുന്നു, അല്ലെങ്കിൽ അവരുടെ അനുഭവങ്ങൾ മതി. അത് തന്നെ ശരിക്കും നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടും. ആ ഒരു കോൺവെർസേഷൻ അവരുമായിട്ട് സംസാരിക്കുക എന്നുള്ളതും അതിനൊരു മാർഗമാണ്. ഷൂട്ട് ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് അയച്ചു തന്നാൽ മതി, ഞങ്ങൾ പബ്ലിക് ആർക്കൈവിലാക്കാം. ഇത് പറഞ്ഞപ്പോൾ അമ്മൂമ്മമാരോട് ചോദിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഒരു ചോദ്യം എനിക്കൊരു ഓർമ്മ. എൻ്റെ വല്യമ്മ പണ്ട് ഇതുപോലെ ഇങ്ങനെ കഥകൾ പറയായിരുന്നു. അപ്പോൾ അതിലൊരു കഥ ഇങ്ങനെ ഒരു കാക്കേനെ കുറിച്ച് ഒരു അച്ഛനോട് ഇങ്ങനെ ചോദിക്കും. ചെറിയ കുട്ടി വീണ്ടും വീണ്ടും ചോദിക്കും അതെന്താണെന്ന് ചോദിക്കും. അപ്പോൾ അച്ഛൻ വീണ്ടും പറയും കാക്കയാണെന്ന്. അപ്പോൾ ഈ പല രീതിയിൽ ഈ കുട്ടി ചോദിക്കും. അപ്പോഴൊക്കെ വളരെ ക്ഷമയോടെ ഈ കുട്ടികൾക്ക് നമ്മളിത് പറഞ്ഞു കൊടുക്കുമല്ലോ. എന്നിട്ട് അവസാനം അതിനൊരു വേറൊരു ക്ലൈമാക്സും ഉണ്ട്. അപ്പോൾ ഇത് ഈ ഒരു അവാർഡ് വിന്നിങ് അനിമേറ്റഡ് ഷോട്ട് ഉണ്ടായിരുന്നു, ഇറ്റ്സ് എ സ്പാരോ എന്ന് പറഞ്ഞിട്ട്. കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അതായത് അച്ഛൻ വയസ്സായ അച്ഛൻ ഇങ്ങനെ ഒരു മറ്റേ ഇതിലിരിക്കുമ്പോൾ ഒരു ബാക്ക് യാർഡിൽ ഇരുന്നിട്ട് അച്ഛൻ ഇങ്ങനെ ചോദിക്കുക. അപ്പം ഇങ്ങനെ വളരെ സീരിയസ് ആയിട്ട് പത്രം വായിക്കുക എന്തോ ചെയ്യാണ്. അപ്പം അച്ഛൻ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ മകന് ഭയങ്കര ബുദ്ധിമുട്ട്, ഇത് ഇറിറ്റേഷൻ. അവസാനം ചൂടാവും, ഭയങ്കരമായിട്ട് കലിപ്പായിട്ട് ഇട്ടിട്ട് പോവും. അപ്പോൾ അച്ഛൻ കുറച്ച് കഴിഞ്ഞിട്ട് കഷ്ടപ്പെട്ടിട്ട് പഴയ ഡയറി എടുത്തിട്ട് വരും. ഡയറി എടുത്തിട്ട് വന്നിട്ട് മോൻ ചെറുതായപ്പം ഇങ്ങനെ ഈ ചോദ്യം റിപ്പീറ്റഡ്ലി ചോദിച്ചത് അച്ഛൻ ഭയങ്കര സന്തോഷത്തോടെ ഡയറിയിൽ എഴുതിയത് തുറന്നു കൊടുക്കും. അങ്ങനെ ഒരു അവാർഡ് വിന്നിങ് ഷോർട്ട് ഫിലിം ഉണ്ട്, ഫോറിൻ ഇതാണ്. അപ്പോൾ ഈ സ്റ്റോറിയുടെ ലോക്കൽ വേർഷൻ വല്യമാൻ്റെ അടുത്ത് നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്.
അപ്പോൾ എനിക്ക് ഭയങ്കര ഇതായിപ്പോയി ആ ഒരു സംഭവം. അത് ഈ കാക്കനെയാണ് ചോദിക്കുന്നത്. എന്നിട്ട് അങ്ങനെ എന്തോ എൻ്റെ എൻഡിൽ വേറെ ഇതാണ്. പക്ഷെ ഇവരിതിനെ ഷോർട്ട് ഫിലിം ആക്കി പറഞ്ഞപ്പം അതേ സ്റ്റോറിയാണ്. അതിൻ്റെ കഴമ്പുള്ള സംഭവം സെയിം ആണ്. ബട്ട് അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് സ്റ്റോറീസ് നമുക്ക് അങ്ങനെ പറയാതെ ഇതായി പോയിട്ടുണ്ടാവാം അല്ലേ? പണ്ടൊക്കെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ എൻ്റെ അച്ഛനൊക്കെ ചെറുതായിരുന്നപ്പം അവിടെ ഒരു പണ്ടാരം വരുമായിരുന്നു. തിരുവനന്തപുരത്താണ്. അവിടെയൊക്കെ പണ്ടാരം വരും. അത് പറയുന്നത് കുട്ടികളെ പിടിക്കാൻ വേണ്ടി വരാണ് ഈ പണ്ടാരം എന്ന് പറയും. പക്ഷേ പിന്നെ ഇപ്പം അങ്ങനെ ഒരു ആള് വരുന്നില്ല. അപ്പം പിന്നെ ഒരു ഘട്ടത്തിൽ എന്തോ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ മോൻ എന്തോ ബഹളം വെച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, "എടാ ബഹളം വെക്കരുത്, പണ്ടാരം വരും." അപ്പോഴാണ് ചോദിക്കുന്നത് പണ്ടാരം എന്താണ്? അപ്പം അച്ഛൻ പണ്ടാരത്തിൻ്റെ കഥ പറയുകയും പിന്നെ ഞാനതൊരു സ്റ്റോറി ആയിട്ട് ഇടുകയൊക്കെ ചെയ്തു. അപ്പം ഇതുപോലാണ് നമ്മൾ ഇനിയിപ്പം അന്ന് അച്ഛനത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ പണ്ടാരത്തിനെ പറ്റി അറിയാണ്ട് പോയേനെ. മേ ബി ഇനിയുള്ള പക്ഷെ പണ്ടാരം എന്ന് പറയുന്ന അതൊരു ഒരു വേഷമൊക്കെ ആയിട്ടാണ് വരുന്നത്. ഇങ്ങനെ വരും. അപ്പം വരുമ്പോൾ സാധാ പോലെ വരും. പക്ഷേ കുട്ടികളുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് പുള്ളി ഒരു ചെടിയുടെ ഇടയിൽ പോയി ഇങ്ങനെ മുഖം മൂടി പോലെയൊക്കെ വെച്ചിട്ട് പിന്നെ ഇങ്ങ് വരും. അപ്പോഴത്തേക്കാണ് കുട്ടികൾ പേടിക്കും. അപ്പോൾ പറഞ്ഞാൽ കേൾക്കാത്ത കുട്ടികളുണ്ടോ എന്നൊക്കെ ചോദിക്കും. ഇല്ല ഇല്ല എന്ന് പറയും. നമ്മളങ്ങ് പണ്ടാരം പോവും. അവരവരുടെ ഒരു വരുമാനമായി ചെയ്യുന്നതായിരിക്കും. പക്ഷെ അന്ന് അവിടുത്തെ ഒരു കൾച്ചറിൻ്റെ ഭാഗമായിരുന്നു. അതൊന്നും ഇല്ല. അപ്പോൾ അതുപോലാണ് പല പല ക്യാരക്ടേഴ്സും ഇല്ലാണ്ടാവാം. അത് അറിയാതെ പോവരുത് എന്നുള്ളതാണ്. അതിലൊക്കെ കേരളവും നമ്മുടെ കുറേ കാര്യങ്ങൾ അതിലൊക്കെ ഉള്ളിൽ ഉണ്ടാവും. ഈ പറഞ്ഞ പോലെ ഈ കഥകൾ അതിപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. ഇപ്പം കഥകൾ എന്ന് പറഞ്ഞാൽ ഇപ്പം ഗ്രീസ് ഗോഡൊക്കെ ഇല്ലേ, ഗ്രീക്കിൽ പല അവരുടെ കഥകളും നമ്മുടെ കഥകളുമായിട്ടൊക്കെ കണക്റ്റഡ് ആണ്. അവർക്കും ഒരു ശിവന്റെ അതുപോലെയൊക്കെ അപ്പം കഥകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എല്ലാം എന്താ ഒരു ഫോമൊക്കെ ഏകദേശം പിന്നെ നമ്മുടെ കൾച്ചറുമായിട്ട് നമ്മൾ അതിനെ കണക്ട് ചെയ്യുന്നു. അവരവരുടെ കൾച്ചറുമായിട്ട് അതിനെ കണക്ട് ചെയ്ത് ആ കഥകൾ ഉണ്ടാക്കുന്നു. അതൊക്കെ അപ്പം അതിനെപ്പറ്റിയൊക്കെ കൂടുതൽ മനസ്സിലാക്കുക, അറിയുക ചെയ്യുന്നത് നല്ലതായിരിക്കും. ജിൻസൺ പറഞ്ഞ കാര്യം തന്നെ ആ ഒരു കൾച്ചറൽ റിസർച്ച് എന്നുള്ള ജിൻസൺ എങ്ങനെയാണ്, എസ്പെഷ്യലി ഇപ്പം കൊല്ലവർഷം പോലുള്ള കാര്യങ്ങൾ, പിന്നെ പറഞ്ഞ പോലെ ക്ലോത്തിങ് എന്നുള്ളത് ജിൻസൻ്റെയിലും പലപ്പോഴും ഇതുപോലെ തന്നെ മുത്തശ്ശിമാരോടും അവരോടൊക്കെ ചോദിച്ച് നമുക്ക്, കാരണം ഇതെല്ലാം ഒരു പരിധിക്കുള്ളിൽ നമുക്ക് ഡോക്യുമെൻ്റ് അല്ല, അല്ലെങ്കിൽ ഉണ്ട്, എന്നാലും റിലേറ്റബിലിറ്റി എന്നൊരു സാധനം ഉണ്ടല്ലോ ഇതിനകത്തെല്ലാം. നമുക്ക് കേൾക്കുന്ന കഥകൾ നമുക്ക് പരിചിതമായി തോന്നിയാൽ നമുക്കത് വീണ്ടും വീണ്ടും കേൾക്കാനും എന്തെങ്കിലും മനസ്സിലാവും. അതായത് കുന്നിൻ ചെരുവിൽ ഒരു വീടെന്ന് പറയുന്നതിന് അത്രയും ഭംഗിയില്ല ഒരു ഹില്ലിൻ്റെ സൈഡിൽ ഒരു വീടെന്ന് പറയുമ്പോൾ. അതങ്ങനെ തന്നെ പറയണം. അത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കുട്ടികളെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതായത് ഇപ്പം കണ്ടിട്ടുണ്ട്, അല്ല കേട്ടിട്ട് കണ്ടിട്ടുണ്ട് എന്നൊരു സാധനം ഞാൻ ഇപ്പം നമ്മളിവിടെ ഇരിക്കുന്ന നമ്മുടെ ഈ കാലഘട്ടത്തിൽ പല ആൾക്കാരും കണ്ടിട്ടുള്ള സാധനമാണ്. നമുക്ക് മനസ്സിലാവും, കുറേ കാര്യങ്ങൾ മനസ്സിലാവും. ആ മുത്തച്ഛനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും. പക്ഷേ ഈ 2 ആഴ്ച മുമ്പ് എൻ്റെ സുഹൃത്തിന് 12 വയസ്സുള്ള മോള് ഒരുപാട് സംസാരിക്കും ഞാനുമായിട്ട്. പുള്ളിക്കാരിക്ക് ചില കാര്യങ്ങൾ താല്പര്യമുണ്ട് എന്നെനിക്ക് മനസ്സിലായി തുടങ്ങിയപ്പം ഈ സംസാരം രീതിയും എന്നോട് ഇൻട്രാക്ട് ചെയ്യുന്ന രീതിയൊക്കെ കണ്ട് മനസ്സിലായി. എനിക്ക് അയച്ചൊരു വീഡിയോ ഇതാണ്, ഇത് കണ്ടിട്ടുണ്ടോ, നമുക്ക് ഒരുമിച്ചിരുന്നത് കാണാം. ഞാൻ ഇത് 2-3 വർഷം മുമ്പ് ഇറങ്ങിയതാ, നീ കണ്ടിട്ടില്ലെങ്കിൽ. പക്ഷേ കൂടെ ഇരുന്ന് കണ്ടപ്പം പുള്ളിക്കാരിക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും ഒരുപാട് കാര്യങ്ങൾ അവർക്ക് അറിയില്ല. അപ്പം ഈ കഥ കേൾക്കുകയും കഥ പറയുന്നതും ഈ ഭാഷയൊക്കെ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഭാഷയോടുള്ള പരിചയം കുറയുന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ഇവരെ ഭാഷ പഠിപ്പിച്ചേ പറ്റൂ. അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ഫോഴ്സസ് ഹിന്ദിയൊക്കെ നമ്മളെ അടിച്ചേൽപ്പിക്കും. പിന്നെ ഹിന്ദിയിലൊക്കെ കഥ പറയാൻ നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പം ചോദിച്ചത് കൾച്ചറൽ റിസർച്ച് എങ്ങനെയാണെന്ന്. കൂടുതലും ഈ കൊല്ലവർഷത്തെ പറ്റി പറയുകയാണെങ്കിൽ എന്തുകൊണ്ട് കൊല്ലവർഷം കലണ്ടറിൻ്റെ ഒരു സൈഡിൽ ഫാഷൻ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നൊരു മീഡിയമാണ് ഞങ്ങൾ ഉപയോഗിച്ചത്. കാരണം ഞാൻ ശീലിച്ച ഒരു ഫോട്ടോഗ്രാഫി സ്റ്റൈൽ ഫാഷനായിരുന്നു. അതിനുള്ള റിസർച്ച് എന്ന് പറയുന്നത് നമ്മൾ പഴയ മടിക്കുത്തും നമ്മളുടെ തൊട്ട് മുമ്പത്തെ 2 ജനറേഷൻ മുമ്പുള്ള ആൾക്കാരുടെ വസ്ത്രധാരണ രീതി മൊത്തം അതിനെ ഡിസൈൻ ആയിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്തു. അതായത് ഇൻബിൽട്ട് ആക്കി ചെയ്തു. അതായത് മടിക്കുത്തുന്ന സാധനം മടിക്കുത്തായിട്ട് തന്നെ ഉണ്ട്. പിന്നെ സ്ത്രീകൾ ഈ വെള്ളത്തിലിറങ്ങുമ്പം നമ്മൾ ഈ പാവാട എടുത്ത് ഇങ്ങനെ കെട്ടുന്നൊരു രീതി ഉണ്ട്. സോ അങ്ങനത്തെ എലമെൻറ്റ്സ് എല്ലാം നമ്മൾ ഡ്രൈപ്സ് ആയിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്യാമെന്നൊരു തീരുമാനം എടുത്തപ്പോൾ അവിടെയാണ് ആ റിസർച്ചിന് വ്യത്യാസം വന്നത്. അതായത് എന്തൊക്കെ ഡ്രൈപ്സ് ആക്കാമെന്നായി പിന്നെ ചിന്തിച്ച രീതി മാറി. അപ്പം ആ പ്രാക്ടിക്കാലിറ്റിയും റിലേറ്റബിലിറ്റിയും കൂടെ കൊണ്ടുവന്ന് ആണ്
കൂടുതലും ഈ ഫോട്ടോഗ്രാഫിക്കകത്ത് പ്രത്യേകിച്ച് സ്റ്റൈലിങ്ങിൽ നമ്മൾ റിസർച്ച് നടത്തുമ്പം റിലേറ്റ് ചെയ്യാൻ പറ്റണം. പിന്നെ വെയറബിൾ ആയിരിക്കണം. ഒരു റാമ്പിൽ നിൽക്കുന്നതോ അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റിൽ തന്നെ മാത്രം നിൽക്കുന്നത് വേണമെങ്കിൽ അത് വെയറബിൾ ആവാം. അല്ലെങ്കിൽ അത് ഇപ്പം അടിപ്പാവാട അല്ലെങ്കിൽ ഇപ്പം അണ്ടർസ്കേർട്ട് അല്ലെങ്കിൽ ലോഞ്ച് വെയർ എന്നൊക്കെ പറഞ്ഞ സാധനം ഇപ്പം അത് ഭയങ്കര നോർമലൈസ്ഡ് ആയി പുറത്തിടാൻ പറ്റും. അപ്പോൾ അടിപ്പാവാട നമ്മൾ പുറത്തിട്ടു. അതിനകത്ത് ഒരു പടത്തിനകത്ത് അടിപ്പാവാടയാണ് സ്റ്റൈൽ ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വെയറബിൾ ആയിട്ടുള്ള സാധനങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരിക, അതിനെ ഗ്ലോറിഫൈ ചെയ്യുക. പണ്ടടിപ്പാവാട അടിവിടാനേ പാടുള്ളൂ. അങ്ങനെ അതിനെ ഗ്ലോറിഫൈ ചെയ്യുക. മടിക്കുത്ത് അല്ലെങ്കിൽ ഈ ഇവിടെ ഒരു പോക്കറ്റ് ഉണ്ട്, അതിനാണ് മടിക്കുത്ത് എന്ന് പറയുന്നത്. ഇങ്ങനെ പണ്ട് പോക്കറ്റ് ഇല്ലാത്തപ്പോൾ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ എടുത്ത് വെക്കുന്നത്, അതിനെ പോക്കറ്റായിട്ട് തന്നെ ഡിസൈൻ ചെയ്തു. സോ റിസർച്ച് പോയപ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് റിസർച്ച് ചെയ്തപ്പോൾ പ്രാക്ടിക്കാലിറ്റി ഉണ്ടായിരുന്നു അതിനകത്ത്. ഇപ്പോഴത്തെ മോഡേൺ ടൈംസിലും അത് വെയറബിൾ ആണ്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇങ്ങനത്തെ എലമെൻറ്റ്സ് കൊണ്ടുവരാറ്. പിന്നെ വിഷ്വൽ സ്റ്റൈലിൽ കൂടുതലും അത് റിലേറ്റബിലിറ്റിയാണ് ഞാൻ എപ്പോഴും എടുക്കുന്ന ഒരു സാധനം. അതായത് നാച്ചുറൽ ലൈറ്റിലെല്ലാം ഷൂട്ട് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. പക്ഷേ അത് ആ സീരീസ് നോക്കുകയാണെങ്കിൽ മഴയാണെങ്കിലും മഴക്കാറും മഴയും കാറ്റും ഒക്കെ അതിനകത്ത് നാച്ചുറലായിട്ട് തന്നെ കീപ്പ് ചെയ്തു. അത് എല്ലാ കാലഘട്ടത്തിലും ഉള്ളതാണല്ലോ. അപ്പം അങ്ങനെ ആ കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുക, അതിലെ കുറച്ച് കാര്യങ്ങൾ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുക, അത് പ്രാക്ടിക്കലാക്കാൻ ശ്രമിക്കുക, അതിനെ നോർമലൈസ് ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. താങ്ക് യു. ഇനി നമുക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുള്ളൊരു ഇതാണ്. താങ്ക് യു. എൻ്റെ പേര് ജെഫ്രി എന്നാണ്. ഞാൻ ജനിച്ചത് വളർന്നതെല്ലാം പുറത്താണ്. അപ്പം മലയാളം ഭയങ്കര വീക്കായിരിക്കും. ടു ദ പോയിന്റ്, ഐ ഹാവ് എ ഫ്രണ്ട്, ഹീസ് എ ഫിൽം മേക്കർ, ഭോജ്പുരി ഫിൽം മേക്കറാണ്. അപ്പോൾ പുള്ളി പറയുന്നത്, നമ്മളിപ്പോൾ വിളിക്കുന്ന ഈ ഹിന്ദി ബെൽറ്റ് എന്ന് പറയുന്ന സ്ഥലം ആക്ച്വലി ദേ ഹാഡ് മെനി നേറ്റീവ് ലാംഗ്വേജസ്, ഭോജ്പുരി, അവധി, മൈഥിലി. പക്ഷേ ഇതൊന്നും നമുക്ക് ഈ ജനറേഷൻ ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ അങ്ങനെ ഒരു ലാംഗ്വേജ് ഉള്ളതായിട്ട് പോലും നമുക്കറിയാൻ മേല. നമ്മൾ വിളിക്കുന്ന ഹിന്ദി ബെൽറ്റ് എന്നാണ്. ഈ പുള്ളി പറഞ്ഞൊരു സാധനം, വിത്ത് ദ ലോസ് ഓഫ് ദീസ് ലാംഗ്വേജസ് അവരുടെ കൾച്ചർ, അവരുടെ സ്റ്റോറീസ്, എവറിത്തിങ് ഇസ് ലോസ്റ്റ്. അവർ റീസ്റ്റാർട്ടിങ് ഒരു പഞ്ചാബി നോർത്ത് ഇന്ത്യൻ കൾച്ചറാണ് അവർ അസ്യൂം ചെയ്യുന്നത് അവിടെ നിന്ന്. സോ ഈ ലാംഗ്വേജ് എന്ന് പറയുന്ന സാധനം, ഐ വാസ് ബോൺ ഔട്ട്സൈഡ്, ബട്ട് ഞാൻ തിരിച്ചു വന്നിട്ടാണ് ഇപ്പം ലാംഗ്വേജിൽ ഫോക്കസ് ചെയ്യുന്നത്. ആൻഡ് മലയാളം കാലണ്ടർ ഫോർ എക്സാമ്പിൾ, എന്തൊക്കെ കഥകളാണ് ആ കാലണ്ടറുമായിട്ട് അസോസിയേറ്റഡ് ചെയ്തിട്ടുള്ളത്. ബട്ട് വി ഡോണ്ട് നോ ദീസ് തിങ്സ്. സോ ഐ തിങ്ക് ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, നോട്ട് ഫ്രം മൈ സൈഡ് ബട്ട് ജനറലി, that our language is preserved. And as far as the storytelling, ഞാൻ കല്യാണിയോട് പറയാനുള്ളൊരു കാര്യം, there is a lot of podcasts like Idiot Abroad. അവരൊരു പോഡ്കാസ്റ്റായിട്ട് തുടങ്ങി, അതിന് ഒരു ഫിക്സ്ഡ് റീച്ച് ഉണ്ടായിരുന്നു. പക്ഷേ അത് ആനിമേഷൻ കൊണ്ടുവന്നപ്പം the reach was 10x. And I think as much as you don't like it, there are people who are great at it. അപ്പോൾ അവരെ കൊണ്ട് ആനിമേഷൻ ചെയ്യിപ്പിച്ചാൽ ഈ കഥകൾ എവിടെയെങ്കിലും എത്തുമായിരിക്കും. I mean, you know, it can reach new places. അത് ചെയ്യിപ്പിക്കാനുള്ള സാധ്യതകളില്ലായിട്ടല്ല, കല്യാണി അതിന് ഇത് ചെയ്യാനിട്ടാണ്. ഞാൻ എൻ്റെ ഒരു സജഷൻ എന്ന് പറഞ്ഞത് അല്ല, അത് ഞാൻ അതിനൊന്നും എതിരല്ല. വളരെ ചെറിയ പ്രായത്തിൽ കുട്ടി എന്ന് വെച്ച് ഞാൻ ഒരിക്കലും ഞാൻ എൻ്റെ മോനോട് ടോം ആൻഡ് ജെറി കാണരുത് എന്ന് പറയില്ല. അതും കാണണം, എല്ലാം കാണണം. പക്ഷെ ആ ഒരു ക്രിയേറ്റിവിറ്റി, ഇമാജിനേഷനും കൂടി വളരണമെങ്കിൽ പണ്ട് അമ്മൂമ്മമാര് പറഞ്ഞു തന്ന പോലെയും കഥകൾ പറയണം എന്നുള്ളതേ ഉള്ളൂ. അതൊക്കെ അനിമേറ്റ് ചെയ്ത് വളരെ ഭംഗിയായി അതിനകത്ത് ഇപ്പൊ ഈ കണ്ടിട്ടുണ്ട്. അത് നല്ല രസമാണ് അത് കാണാനായിട്ട്. അതൊന്നും തെറ്റാണ്. അതിപ്പോ ഞാൻ എൻ്റെ മോനോട് ഒരിക്കലും കാണല്ലേ എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ ഒന്നും അത് വേണ്ടാന്നല്ല, പക്ഷെ മറ്റതും വേണം എന്നുള്ളതാണ് ഞാനത് Yes. പറയുന്നത്. ഈ നല്ല കഥകൾ അത് അനിമേറ്റ് ചെയ്ത് നമുക്ക് കൊണ്ടുവരാം എന്ന് തന്നെയാണ് Right. അത്. അതൊരു അല്ല, ലൂസായിട്ടൊരു കോമന്റ് എന്ന് പറഞ്ഞു yeah, തോന്നുന്നു. yeah, sure, sure. And one last thing, I'm a environmental film club host. കൊച്ചിയിൽ നമ്മളൊരു എൻവയറമെൻറ്റൽ ഫിലിം ക്ലബ് നടത്തുന്നുണ്ട്. എൻവയറമെൻറ്റൽ ഒരു പ്രസ്സിങ് ഇഷ്യൂ ആണ് ഇപ്പം. പക്ഷേ ഇതിൻ്റെ അകത്ത് ഒരു മിസ്സിംഗ് എന്ന് പറയാനായിട്ട് ഒരു വിഷ്വൽ ഇല്ല. വാട്ട് ഈസ് എ ബെറ്റർ ഫ്യൂച്ചർ? ഓക്കെ, കൊച്ചിയിൽ മുഴുവൻ പ്ലാസ്റ്റിക് വേസ്റ്റ് ഉണ്ട്, വെള്ളത്തിൻ്റെ അകത്ത് ഇറങ്ങാൻ പോലും മേല, ഐ മീൻ അതിൻ്റെ അടുത്തൂടെ നടക്കാൻ മേല. ബട്ട് വാട്ട് ഈസ് എ ബ്യൂട്ടിഫുൾ ഫ്യൂച്ചർ? ഒരു വിഷൻ നമുക്കില്ല. ആൻഡ് മേ ബി ഹിയർ ആനിമേഷൻ കൻ കം, മേ ബി സ്റ്റോറി ടെല്ലിംഗ് കൻ കം. സോ ഇതിൻ്റെ അകത്തൊരു വലിയ ചോദ്യമുണ്ട്, വാട്ട് സ്റ്റോറി ടെല്ലിംഗ് വർക്ക്സ്? സോ അതിൻ്റെ അകത്ത് ഞാൻ കണ്ട ഒരു സാധനം, ഇപ്പം മ്യൂസിക് വീഡിയോസ് ഭയങ്കര എഫക്റ്റീവായിട്ട് ഉള്ളൊരു മീഡിയമാണ്.
വന്ന് അറ്റൻഷൻ സ്പാൻ നേരത്തെ ഫീച്ചർ ഫിലിം ആയിരുന്നു, അത് ഷോർട്ട് ഫിലിമായി. ഇപ്പോൾ എനിക്ക് തോന്നുന്നു മ്യൂസിക് വീഡിയോയിലെ ഇൻഫർമേഷൻ കൺവേ ആകുന്നുള്ളൂ. സോ ഐ എം സീയിങ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ദാറ്റ്. ദീസ് ആർ സം കോമെന്റ്സ്. ആ കാര്യത്തിൽ ഞങ്ങൾ യുനോൻസിൻ്റെ ഒരു കോർ എക്സ്പെർട്ടൈസ് ഏരിയ ആയിട്ട് പറയാൻ പറ്റുന്നതാണ് ഈ അവയർനെസ് വീഡിയോസ് എന്നുള്ളത്. ഞങ്ങൾ വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ടിന് വേണ്ടിയിട്ട് ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് സീരീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഹ്യൂമൻ ടൈഗർ കോൺഫ്ലിക്റ്റ്, ഹ്യൂമൻ എലഫൻറ്റ് കോൺഫ്ലിക്റ്റ്, ഹ്യൂമൻ ലെപ്പേർഡ് കോൺഫ്ലിക്റ്റ്, ഇതെല്ലാം ചെയ്ത് പിന്നെ മ്യാൻമാർ WWFനും വേണ്ടിയിട്ടും ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഇനീഷ്യേറ്റീവ്സ് നമുക്ക് NGOസിൻ്റെ സഹായത്തോടു കൂടി ബ്യൂട്ടിഫുള്ളായിട്ട് ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ ചെയ്യാം. ഈവൻ കോവിഡിൻ്റെ സമയത്ത് ഈ നമ്മൾ കൊറോണ അത് അതായത് ഞാൻ ഇവരെ പരിചയപ്പെടുന്നത് അങ്ങനെയാണ്. കോവിഡ് സമയത്ത് ഞങ്ങളൊരു കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു. ഇവിടുത്തെ റാപ്പിഡ് റെസ്പോൺസ് ടീമുമായിട്ട് മുഖ്യമന്ത്രി ഡയറക്റ്റ്ലി ഒരു ഓർഡർ തന്ന് നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി കീപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മളായിരുന്നു ആദ്യമെല്ലാം ട്രയൽ ചെയ്തുകൊണ്ടിരുന്നത് നമ്മളായിരുന്നു. അപ്പോൾ ഇവരുടെ റോൾ വന്നതെന്ന് വെച്ചാൽ ഇതിന് അവയർനെസ് വീഡിയോ വേണം. അന്ന് മമ്മൂക്ക നറേറ്റ് ചെയ്ത ഒരു ബ്യൂട്ടിഫുൾ അനിമേഷൻ ഫിലിമുണ്ട്. അവിടെയാണ് ഞാൻ ഇവരുടെ ഓർഗനൈസേഷൻ കേപ്പബിലിറ്റിയും അസീം, ഞാൻ അന്ന് വിചാരിച്ച അസീം മാത്രമാണ് ഇതെല്ലാം ചെയ്യുന്നത് വിചാരിച്ചത്. എനിക്ക് ഉണ്ണിയെ അറിയാമായിരുന്നു, പക്ഷേ ആദ്യം പുള്ളി പറഞ്ഞു തുടങ്ങിയതാണ്. അതൊരു അപ്രീസിയേഷനും കൂടെയാണ്. നമ്മളെല്ലാം കൊതിക്കുന്ന ഒരു ക്രിയേറ്റീവ് മാനേജറാണ് അസീം. ഞാൻ പലപ്പോഴും ഇങ്ങനെ ഒരു മാനേജർ നമ്മുടെ ചുറ്റും ഉണ്ടായിരുന്നെങ്കിൽ, കാരണം ആ ടീമിൽ ആരും അധികം സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ ഇവരുടെ ക്ലയൻറ്റ് സൈഡ് നിന്നിട്ടുണ്ട്, ഇവരുടെ കൂടെ നിന്നിട്ടുണ്ട്, ഇവരുടെ ഭാഗമായിട്ട് നിന്നിട്ടുണ്ട്, ഇവരുടെ ഫോട്ടോഷൂട്ട്സും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി ആരുടെ സൗണ്ട് ഞാൻ അധികം കേട്ടിട്ടില്ല അവിടെ. അപ്പോൾ അവിടെ മനസ്സിലാക്കേണ്ടത് ആ ടീമിന് വേണ്ടി ശബ്ദിക്കുന്ന അവർക്ക് പണിയെടുക്കാനുള്ള എല്ലാ സമാധാനവും കൊടുത്ത് അസീം അവരെ മാനേജ് ചെയ്യുന്നുണ്ട്. കൺഗ്രാജുലേഷൻസ്. എല്ലാവരും ആ കൊറോണ സേഫ് നെറ്റ്വർക്ക് എന്നായിരുന്നു അതിൻ്റെ പേര്. കോവിഡ് സമയത്ത് ഇവർ ചെയ്ത വർക്കാണ്. അതൊരു നാടിന് വേണ്ടി ചെയ്തൊരു സാധനമാണ്. അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടൊരു ഇമോഷണൽ നമ്മളെല്ലാവരും ലോക്ക്ഡൗൺ അനൗൺസ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഞങ്ങളെല്ലാവരും ലോക്ക്ഡൗണിലായി അല്ല, അങ്ങനെയായിരുന്നു അതിൻ്റെ പ്രോസസ്സ്. നമ്മളെല്ലാവരും അതിന് മുന്നേ ഒരു എന്താണ് അരിയും മറ്റേ സംഭവങ്ങളൊക്കെ എത്തിച്ചിട്ട് അകത്തിരുന്ന് വർക്ക് ചെയ്യുക. നമ്മൾ പുറത്തു പോകാനുള്ള ഇതിൻ്റെ എല്ലാം ഡെമോൺസ്ട്രേഷൻ നമുക്ക് ചെയ്യാൻ അവസരം കിട്ടി. കേരളത്തിൽ വരാൻ പോകുന്ന എല്ലാ പോളിസിയുടെയും ഒരു മോക്ക് ഡ്രിൽ നടത്തി. ലോക്ക്ഡൗൺ സമയത്ത് എന്ത് സംഭവിക്കും, 10 പേര് ഒരുമിച്ച് വീണുപോയാൽ എന്ത് സംഭവിക്കും മോക്ക് ഡ്രിൽ നടത്തി. അതിനു മുമ്പ് തന്നെ നമ്മളെടുത്ത് പറഞ്ഞു, നിങ്ങളെല്ലാം ഇരിക്കുന്ന സ്ഥലത്ത് 50 കിലോ അരിയും ഒരു ലിസ്റ്റ് അയച്ചു തന്നു. ഇത്ര സാധനം ആദ്യം വാങ്ങിച്ച് നിങ്ങളുടെ ടീമിനെ സേഫ് ആകുക. കാരണം നിങ്ങൾ അവിടെ സേഫായിട്ട് പണിയെടുത്താലേ ബാക്കിയുള്ളവർക്കുള്ള പ്രോട്ടോകോൾസ് വർക്ക് ചെയ്യുള്ളൂ. സഞ്ജയ് വിജയകുമാർ കൊറോണ സേഫിൻ്റെ എല്ലാം ആത്മാവും പരമാത്മാവും ഒക്കെ ആയിട്ടുള്ളൊരു സഞ്ജയ് ഉണ്ടായിരുന്നു ഞങ്ങളൊക്കെ ലീഡ് ചെയ്യാൻ. അപ്പം എന്താണ് ജിൻസൺ അവിടെ ആ കാര്യങ്ങൾ ലൈവ് ഫൂട്ടേജും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ആൾ. ഞങ്ങളുടെ ഓഫീസിനകത്ത് അവൈലബിൾ ആളുകളെ വെച്ചിട്ട് ഈ ഒരു കൊറോണ സേഫ്, അതായത് നിങ്ങളാരും പേടിക്കേണ്ട, എല്ലാം ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിൽ ആണെന്ന് കാണിക്കണം. പിന്നെ ആൾ പറഞ്ഞ ടീമിനെ കുറിച്ച് പറഞ്ഞത്, പൊതുവെ നിങ്ങളാരെങ്കിലും ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ ഹായ് എന്ന് പിന്നെ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനെപ്പോഴും ഈ ഡിസ്കഷൻ ഇങ്ങനത്തെ പാനൽ ഇതിനൊക്കെ പോകുമ്പോൾ പറയും, ഞങ്ങൾക്ക് ചെയ്യാനേ അറിയൂ, പറയാനറിയില്ല. അത് ആദ്യം പറയും. അപ്പോൾ പിന്നെ അവിടെ കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാവാറില്ല. ഇവരുടെ ക്രിയേറ്റീവ് ഡയറക്ടറിൻ്റെ സൗണ്ട് എങ്ങനെയാണെന്ന് എനിക്ക് ഇതുവരെ അറിയത്തില്ല. എങ്ങനെയാണ് അങ്ങനെ അധികം സംസാരമൊന്നും പുള്ളിയുടെ ഭാഗത്ത് നിന്ന് അതുവരെ കേട്ടിട്ടില്ല. അത് സംസാരിക്കും, പക്ഷെ ആ ഒരു ടൈം എടുക്കും. പിന്നെ നിർത്താനും പണിയാവും. എൻ്റെ ക്വസ്റ്റ്യൻ അനീസാൻ്റെ അടുത്താണ്. കാരണം നമ്മളെല്ലാവരും ഈ ChatGPT പോപ്പുലർ ആവാൻ കാരണം ഈ ഗിബിലിഫൈ എന്നൊരു ട്രെൻഡാണല്ലോ. അപ്പം അത് വളരെ ചർച്ച ചെയ്ത് ചിലവർക്ക് ഇഷ്ടപ്പെട്ടു, ചിലവർക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം അത്രയും നാൾ ജാപ്പനീസ് ആനിമേഷൻ നമുക്കറിയാം, അത്രയും പാടായിട്ടാണ് അവർ മാസങ്ങളെടുത്ത് വരച്ചും അത്രയും ചെയ്തിട്ടാണ് ചെയ്യണം. അപ്പോൾ പെട്ടെന്നൊരു ദിവസം ഇത് പെട്ടെന്ന് ഗിബിലിഫൈ ട്രെൻഡ് കൊണ്ടുവന്നു. അപ്പോൾ അവർക്ക് ഫീൽ ചെയ്തു. അപ്പോൾ എനിക്ക് പേഴ്സണലി ആദ്യം അത് ഭയങ്കര അമ്യൂസിംഗ് ആയിട്ട് തോന്നി, കാരണം അത് ഭയങ്കര രസമുണ്ടായി കാണാൻ. പക്ഷെ പിന്നെ അതിനെക്കുറിച്ച് ജാപ്പനീസ് ആനിമേഷനെ കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ, മാങ്ക അങ്ങനത്തെ കോമിക്സ് വെച്ച് മനസ്സിലാക്കിയപ്പോൾ തോന്നിയത് ഇത് ചെയ്ത് ശരിയല്ല എന്ന് എനിക്ക് തോന്നി. അപ്പോൾ സാറിൻ്റെ തോട്ട് എന്താണ്? AI വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാമോ? അവർ ലീഗൽ ലൂപ്പോളാണല്ലോ എടുത്തത്. അതെ, ഞാൻ നേരത്തെ ഓൾറെഡി സംസാരത്തിൽ പറഞ്ഞിരുന്നു, എത്തിക്കൽ യൂസ് ഓഫ് AI ആണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുള്ളൂ എന്തായാലും. അപ്പോൾ ഈ സ്റ്റുഡിയോ ജിബ്ലി എന്ന് പറഞ്ഞ സ്റ്റുഡിയോനെ കുറിച്ചിട്ടും അവരുടെ ചെയ്ത സിനിമകളെ കുറിച്ചിട്ടും അടുത്ത് അറിഞ്ഞാൽ ഈ ചെയ്ത കാര്യത്തിനെ ഒരാളും അനുകൂലിക്കില്ല. ഒരു ടേക്കൺ ഫോർ ഗ്രാൻഡഡ് പരിപാടി ഒരിക്കലും ഈ ആർട്ടിൻ്റെ കാര്യത്തിൽ നമ്മൾ ആരും ആക്സെപ്റ്റ് ചെയ്യുന്നില്ല.
അത് അങ്ങനെയുള്ള പ്രാക്ടീസസ് ഒഴിവാക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും ഈ ആർട്ട് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ അനിമേഷൻ കമ്മ്യൂണിറ്റിയിൽ എല്ലാവരും ഒരേപോലെ പറയുന്നത്. കാരണം മിയാസാക്കി എന്ന് പറയുന്ന ഒരു വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള വളരെ ലെജൻഡറി ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ജീവിതകാലം മൊത്തം സമയം എടുത്ത് ചെയ്തെടുത്ത ഒരു സ്റ്റൈല് അവിടെ ജപ്പാനിൽ വെച്ച് ചെയ്ത സംഭവം ലോകം മൊത്തം ആളുകൾ ആക്സെപ്റ്റ് ചെയ്യുകയും അങ്ങനെയുള്ള കഥ പറച്ചിലിന് വേണ്ടി ആളുകൾ വെയിറ്റ് ചെയ്യുന്ന ഒരു ഒരു സമയം അങ്ങനെ അങ്ങനെ ഒരു ബ്രാൻഡായും അങ്ങനെ അത്രയും വലിയൊരു എന്താണ് ക്ലാസിക് സംഭവങ്ങളായിട്ട് നടക്കുന്ന സമയത്ത് പെട്ടെന്ന് എഐയുടെ ഒരു ഇത് കാരണം എല്ലാവർക്കും അത് ആ സ്റ്റൈല് കോപ്പി ചെയ്യാൻ പറ്റുക എന്നുള്ളത്, എല്ലാവരും അത് യൂസ് ചെയ്യുക എന്നുള്ളത് ഒരു ക്രിയേറ്ററിനെ സംബന്ധിച്ചിടത്തോളം അതിൽ വലിയ അതിൽ പരം ഒരു ഒരു അപമാനം അല്ലെങ്കിൽ ഒരു വിഷമം ഇല്ല. അപ്പോൾ അതിനെതിരെ തന്നെയാണ് എല്ലാവരും ഈ ആർട്ട് കമ്മ്യൂണിറ്റി എല്ലാം നിന്നത്. അപ്പോൾ അങ്ങനെയുള്ള ശ്രമങ്ങൾ നമ്മൾ തടയാനുള്ള നിയമങ്ങളും കാര്യങ്ങളും വരണം. ഇനി അങ്ങനെ ഒരു എത്തിക്കൽ പ്രാക്ടീസ് എന്നുള്ള രീതിയിൽ അതിനെ ചെയ്യുകയാണെങ്കിൽ അവർക്ക് അതിൻ്റെ ക്രെഡിറ്റും റോയൽറ്റിയും കാര്യങ്ങളൊക്കെ അവരുദ്ദേശിക്കുന്ന രീതിയിൽ എന്താണ് പെർമിറ്റ് ചെയ്തുകൊണ്ടുള്ള ഇഫ് എന്താണ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദേ അലോ, അതായത് അവർ ആ കോപ്പി ചെയ്യാൻ ഈവൻ പൈസയും റോയൽറ്റിയും ക്രെഡിറ്റും കിട്ടിയാലും കൊടുക്കാൻ താല്പര്യമില്ലാത്ത ആർട്ടിസ്റ്റുകളുണ്ടാവും. കാരണം അത് അവരുടെ മാത്രം ഒരു ഒരു സ്റ്റൈലും കാര്യങ്ങളുമാണ്. അത് വേറൊരാൾ അങ്ങനെ ഒരു ടൂൾ ഉപയോഗിച്ച് ഒരു മെഷീൻ ലേണിംഗ് മെത്തേഡ് AI മെത്തേഡ് ഉപയോഗിച്ച് അത് കോപ്പി ചെയ്യുന്നതിൽ ആർട്ടിസ്റ്റുകൾ എല്ലാവരും അത് എന്താണ് ആക്സെപ്റ്റ് ചെയ്യണം എന്നില്ല, സമ്മതിച്ചു കൊടുക്കണം എന്നുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്തിട്ട് മാത്രമാണ് അങ്ങനെയുള്ള പ്രാക്ടീസസ് ചെയ്യാൻ പാടുള്ളൂ. അതിപ്പം നമ്മൾ അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ ഒരു സിറ്റുവേഷൻ സംഭവിക്കുകയും അതൊക്കെ നമ്മൾ ദൃക്സാക്ഷികളാവേണ്ടിയും വന്നു. അപ്പം അതിന് കേസും കാര്യങ്ങളൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് അറിവ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളത് യൂസ് ചെയ്യുന്നത് ഉണ്ടെങ്കിൽ പോലും ഇങ്ങനെയുള്ള വേറൊരാളുടെ സ്റ്റൈലിനെ കോപ്പി അടിക്കാനോ അതിനൊരു മാസ് രീതിയിൽ അതിനെ പ്രൊഡ്യൂസ് ചെയ്യാനോ അല്ല. ഞങ്ങളിൽ ഈ എന്താണ് ആർട്ടിസ്റ്റുകൾ സ്പെസിഫിക്കലായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടാത്ത മെക്കാനിക്കലായിട്ടുള്ള കുറേ ആക്ടിവിറ്റീസിനെ അല്ലെങ്കിൽ ഇനീഷ്യൽ റിസർച്ചിനെയൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഈ എഐനെ യൂസ് ചെയ്യാൻ മാത്രമേ നമ്മൾ ഇഷ്ടപ്പെടുന്നുള്ളൂ. നമുക്കിപ്പോൾ ഓരോ സമയം കൂടുന്തോറും ആൾക്കാരുടെ അറ്റൻഷൻ സ്പാൻ കുറഞ്ഞു കുറഞ്ഞാണ് വരുന്നത്, ഓരോ വർഷം കൂടുമ്പോഴും. ഒരു 2 വർഷം മുമ്പ് അത് 8 സെക്കൻഡ്സ് ആയിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥയിൽ പറയുന്നത് ലെസ് ദാൻ 5 സെക്കൻഡ്സ് എന്നാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ആൾക്കാരുടെ ഒരു സ്റ്റോറി ടെല്ലിങ്ങിൽ അറ്റൻഷൻ നിർത്തുമ്പോഴും അവർക്ക് എങ്ങനെ അതിൽ എത്രത്തോളം ഇൻട്രസ്റ്റ് വരുത്തുന്നുള്ളതിന് ആ ഒരു പ്രോബ്ലം എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുക? ഞങ്ങളുടെ ഒരു മെത്തേഡ് ഓഫ് ഇതെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു 5 to 8 സെക്കൻഡ്സ് അല്ലെങ്കിൽ വിതിൻ 10 സെക്കൻഡ്സ് നമ്മൾ ആ വ്യൂവറിനെ ഹുക്ക് ചെയ്യാനുള്ള എന്തെങ്കിലും എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് അവരത് കണ്ടിന്യൂ ചെയ്യുക. ആ കഥ മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ അത് അവർക്ക് കണ്ടിരിക്കാനുള്ള എലമെൻറ്റ്സ് നമ്മൾ ഇനീഷ്യലി കൊടുക്കുക എന്നുള്ളതൊരു ഒരു നമ്മുടെ ഒരു മാർക്കറ്റിംഗ് എന്താണ് ടൂളോ അതിൻ്റെ ഒരു ട്രിക്കായിട്ട് നമ്മൾ അതിനെ എടുക്കേണ്ടി വരാറുണ്ട്. പക്ഷെ ആ ത്രൂ ഔട്ട് ദ സ്റ്റോറി ടെല്ലിങ്ങിന് അതിനൊരു ഫ്ലോയും അതിനൊരു ഒരു കറക്റ്റ് ജെന്യൂനിറ്റി ഉണ്ടെങ്കിൽ ആളുകൾ കണ്ടിരിക്കും എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത്. അതിന് ഈ 5 സെക്കൻഡ്സ് 10 സെക്കൻഡ്സ് 30 സെക്കൻഡ്സ് അങ്ങനെ വിശ്വസിക്കുന്നില്ല. ആ സ്റ്റോറി ടെല്ലിംഗ് പവർഫുൾ ആണെങ്കിൽ, ആ സ്റ്റോറി ജെന്യൂൻ ആണെങ്കിൽ ആളുകൾ എത്രയാണെങ്കിലും കണ്ടിരിക്കും എന്ന് സ്ട്രോങ്ലി ബിലീവ് ചെയ്യുന്നൊരു ഒരു ടീമാണ് ഞങ്ങൾ. ഞാൻ കുട്ടികളുമായിട്ടാണ് ഇൻട്രാക്ട് ചെയ്യാറ്. അത് ഞാൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നതും അതാണ്. കുട്ടികളുടെ അറ്റൻഷൻ സ്പാൻ ഇപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുറച്ച് കഴിഞ്ഞാൽ അവർ ഇങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കും. പിന്നെ ഞാൻ കൊണ്ടുവരണം അതിലോട്ട്. അപ്പം അത് നമ്മുടെ ഞാൻ കൂടുതലും ചെയ്യുന്നത് നീ സൗണ്ട് മോഡുലേഷൻ ഇതിങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളിലൂടെ അല്ലെങ്കിൽ എന്തെങ്കിലും അവരടുത്തും കൂടെ ഉള്ള ഒരു ഇൻട്രാക്ഷനിലൂടെ അതൊക്കെ ഞാൻ സെഷൻസ് ചെയ്യുമ്പം അങ്ങനെയാണ് ചെയ്യുന്നത്. ഡിജിറ്റൽ മീഡിയയിൽ ഞാൻ ഇപ്പം ഇൻസ്റ്റഗ്രാമിൽ അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്കും ഞാൻ ആ ഒരു രീതിയിൽ നോക്കുന്നില്ല. ആ സ്റ്റോറി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറഞ്ഞു പോവുക എന്നുള്ളതാണ്. ഒത്തിരി ലെങ്ത് കൂടാണ്ട് അതാണ് നോക്കുന്നത്. ആ കഥകൾ പറയാം. സെഷൻസ് ചെയ്യുമ്പോഴാണ് ഞാനത് ഇപ്പം വളരെയധികം ഞാൻ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ്. ഈ കുട്ടികളുടെ അറ്റൻഷൻ സ്പാൻ. അവർ മേ ബി അത്രയും സ്പീഡുള്ള കാര്യങ്ങളാണ് അവർ കാണുന്നത്. ഇങ്ങനെ അവരുടെ ഫ്രെയിംസ് അവർ കാണുന്ന വീഡിയോസും ഒക്കെ അങ്ങനെ ആയതുകൊണ്ടും കൂടിയാണത്. അത് നമ്മുടെ ഇൻട്രാക്ഷനിലൂടെയാണ് കൂടുതലും, അല്ലെങ്കിൽ ആ സൗണ്ട് ഒക്കെ വെച്ചിട്ടാണ് അത് മാറ്റുന്നത്.
ഈ ഫോട്ടോഗ്രാഫി തുടങ്ങിയ സമയത്ത് എൻ്റെ ചീഫ് എഡിറ്ററായിട്ട് വർക്ക് ചെയ്യുന്ന ആൾ എൻ്റെ അടുത്ത് പറഞ്ഞൊരു അഡ്വൈസ് ഇപ്പോഴും ഓർമ്മയുണ്ട്. മീഡിയം അനുസരിച്ചിട്ടേ ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യാൻ പാടുള്ളൂ. അത് ഇമേജ് ആയാലും വീഡിയോ ആയാലും ഏത് മീഡിയത്തിലാണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത്, ആരാണ് ഇതിൻ്റെ കാഴ്ചക്കാരെന്ന് ആദ്യം ചിന്തിക്കണം. അപ്പം ഈ പറഞ്ഞ അറ്റൻഷൻ സ്പാൻ ഇപ്പം ചർച്ചയായപ്പം 10 സെക്കൻഡ് റീൽസും ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്, 1 മിനിറ്റ് റീൽസും ഉണ്ട്, 3 മിനിറ്റ് വീഡിയോസും ഉണ്ട്, 15 മിനിറ്റ് സാധനങ്ങളുണ്ട്, പിക്ചേഴ്സുണ്ട്. അപ്പം റീൽസ് പ്രത്യേകിച്ച് ഞാൻ കഴിഞ്ഞ ഈ മാർച്ചിൽ 500 റീൽസ് കേരള ടൂറിസ്റ്റിന് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പം അതിനകത്തുള്ള പല കാറ്റഗറി ആയിട്ട് ഹുക്സ്, പറഞ്ഞ ഹുക്സ് നമ്മൾ ഇൻറ്റൻഷനലി ആ മീഡിയത്തിൽ കൊടുത്തേ പറ്റൂ, അല്ലെങ്കിൽ അത് എത്തൂല, അല്ലെങ്കിൽ ആൾക്കാരത് കാണില്ല, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കേണ്ട സ്ഥലത്ത് എത്തൂല. അപ്പം ആ 5 സെക്കൻഡിനകത്ത് തന്നെ ഫസ്റ്റ് ഹുക്ക് വന്നിരിക്കും. പിന്നെ വീണ്ടും ഉണ്ട് 5 സെക്കൻഡ് കഴിഞ്ഞാലും നമുക്ക് അടുത്ത ഹുക്സ് ഇട്ടേ പറ്റത്തുള്ളൂ. അതാണ് ആ മീഡിയത്തിന് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അങ്ങനെയാണ്. പക്ഷേ നമ്മളൊരു കുറച്ചുകൂടി ഒരു 2 മിനിറ്റ്സ് 3 മിനിറ്റ്സ് വീഡിയോ ആണെങ്കിൽ ആ പേസാണ് കീപ്പ് ചെയ്യുന്നത്. അത് കാണേണ്ടവർ കണ്ടാൽ മതി, അല്ലാതെ എല്ലാവരും കാണണമെന്ന് ഉണ്ടാവില്ല വീഡിയോ. അപ്പം അത് അത്രയും സീരിയസ് ആയിട്ട് കാണുന്നവരും അല്ല നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ഇവർക്കെല്ലാം മാർക്കറ്റിംഗ് ബഡ്ജറ്റ്സ് ഉണ്ട്. അപ്പോൾ അതെല്ലാം ടാർഗറ്റ് ചെയ്ത് തന്നെ കാണിക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിനെതിരെ ഒരു കേരള സ്റ്റോറീസൊക്കെ ഇറങ്ങിയ സമയത്ത് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റും ഏജൻസി എല്ലാം കൂടെ നമ്മൾ കേരളം എന്ന ബ്രാൻഡിനെ നമുക്ക് ഡിഫെൻഡ് ചെയ്യണം. നമ്മളെ ഭയങ്കരമായിട്ട് മോശമായിട്ട് ചിത്രീകരിച്ചിരുന്ന സമയമായിരുന്നു. അപ്പം നമ്മളൊരു കുറച്ചധികം വീഡിയോസ് അതിന് വേണ്ടി ചെയ്തു. വീഡിയോസ് ചെയ്താൽ മാത്രം പോരാ, ഈ അറ്റൻഷൻ സ്പാൻ നോക്കി ആൾക്കാരെ കാണിക്കണം, ആരെയാണ് കാണിക്കേണ്ടതെന്ന് കൃത്യമായിട്ട് അറിയാമല്ലോ. ഇത് കൃത്യമായ പ്രൊപ്പജൻ്റായിട്ട് നടക്കുന്ന കുറച്ച് ആൾക്കാരെ നമുക്ക് ടാർഗറ്റ് ചെയ്ത് കാണിക്കണം. അപ്പോൾ അവരുടെ മാനസികാവസ്ഥയ്ക്ക് വേണ്ടിയുള്ള സാധനങ്ങളാണ് നമ്മളവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത്. അല്ലാതെ ആ വീഡിയോ ഒരു 1 മില്യൺ അടിക്കണമെന്ന് നമുക്ക് യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ 7-8 വീഡിയോസ് ഉണ്ട്. കേരളത്തിൽ ലാൻഡ് ഓഫ് ഹാർമണി എന്ന് പറഞ്ഞ സീരീസാണ്, നോക്കിയാൽ മതി, കാണും, യൂട്യൂബിലൊക്കെ ഉണ്ട്. സോ ആ ഓഡിയൻസിനെ മനസ്സിലാക്കി, അല്ലാതെ ജനറൽ ട്രെൻഡിൽ എല്ലാവരും അറ്റൻഷൻ സ്പാൻ വെച്ചിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന മീഡിയം ഏതാണോ, അവിടെ എങ്ങനെയാണോ, അതിൻ്റെ ഡ്യൂറേഷൻ എത്രയാണോ, ഓഡിയൻസ് എന്താണോ എന്ന രീതിയിൽ തന്നെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ അറ്റൻഷൻ സ്പാൻ സൗണ്ട് മോഡുലേഷൻ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ്? കുട്ടികളായതുകൊണ്ടായിരിക്കാം. പക്ഷെ പലയിടത്തും സൗണ്ട് മോഡുലേഷൻ വർക്ക് ചെയ്യും. സോ ആ ഓഡിയൻസിനെ നമ്മൾ വളരെ വ്യക്തമായി പഠിച്ചിട്ട് മാത്രമാണ് നമുക്ക് ആ അറ്റൻഷൻ സ്പാൻ നമുക്ക് തീരുമാനിക്കാൻ പറ്റും. അറ്റൻഷൻ സ്പാൻ ആക്ച്വലി നമ്മുടെ കോണ്ടന്റ് നല്ലതാണെങ്കിൽ അവർ ഇരുന്ന് കാണും. അപ്പോൾ ആ ഒരു പേസും ഹുക്കും പല കാര്യങ്ങൾ കൺസിഡർ ചെയ്യണം. അതുകൊണ്ട് ജനറലി ഞാൻ അറ്റൻഷൻ സ്പാൻ കുറഞ്ഞു വരുന്നു എന്ന് പറയുന്നതിനകത്ത് അതുകൊണ്ട് നമ്മളെല്ലാം ഷോർട്ടർ ആയിരിക്കണം എന്നുള്ള സാധനം ഒരിക്കലും ചെയ്യാറില്ല. അപ്പോൾ നമ്മൾ സമയം കുറച്ച് കൂടുതലായി, അപ്പോൾ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്ലാണ്ട് ഇൻഫോർമലി ഇൻട്രാക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഫെസ്റ്റിൻ്റെ സൈഡിൽ നിന്ന് ഉദ്ദേശിച്ച കാര്യം ഇതായിരുന്നു, അതായത് ഡിഫറെൻറ്റ് രീതിയിൽ ഒരു സ്റ്റോറി ടെല്ലിംഗ്, എസ്പെഷ്യലി കൾച്ചറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള രീതിയിൽ സ്റ്റോറി ടെല്ലിംഗ് നടത്തുന്ന 3 പേരെ ഒരുമിച്ച് കൊണ്ടുവരിക, അവരുടെ ഒരു പെർസ്പെക്റ്റീവ്സ് ഷെയർ ചെയ്യുക. അപ്പം എനിക്ക് തോന്നുന്നു ഈ സ്റ്റോറി ടെല്ലിംഗ് എന്നുള്ളൊരു സാധ്യതകൾ ഇപ്പം നിങ്ങൾ ഓൺടർപ്രണർ ആണെങ്കിലും, നിങ്ങളൊരു ഡിസൈനർ ആണെങ്കിലും, ടെക്കിൻ്റെ ആളാണെങ്കിലും, അല്ലെങ്കിൽ ഒരു കൾച്ചർ പ്രാക്ടീഷണർ ആണെങ്കിലും, എല്ലാ രീതിയിലും ഉപയോഗിക്കാൻ പറ്റുന്നൊരു സാധനമാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളൊരു ഒരു കാര്യം കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അത് കുറേയൊക്കെ നടന്നു എന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്കൊരു ചെറിയൊരു ബ്രേക്ക് എടുക്കാം. അപ്പം താങ്ക് യു അസീം, കല്യാണി, ജിൻസൺ.